ജീസസ് 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 കർത്താവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉന്നതങ്ങളിൽ വസിക്കുന്ന എൻ്റെ ദൈവമേ, ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ ഓരോരുത്തരെ അങ്ങ് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നു. വചനം അങ്ങനെ ഞങ്ങളെ അറിയിക്കുന്നു. ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ എല്ലാവരും വിശ്വസിക്കുന്ന കാരണം ഓരോ ഭൂഖണ്ഡത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങ് വെളിപ്പെടുത്തി തരാറുണ്ട്. ആരെവിടെ പോയി, ആരെവിടെ മറിഞ്ഞു വീണു, ആരുടെ കൈ പൊട്ടി, ആരുടെ വീട്ടിലെന്തെങ്കിലും സംഭവം ഉണ്ടായി, ആരുടെ ഓഫീസിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി. ഇത്രമാത്രം ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം അങ്ങാണെന്ന് മനസ്സിലാക്കുന്നതിനാണ് നന്ദി പറയുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി തരുന്നതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ഈശോയെ കർത്താവേ, ഇന്ന് ഈ നേരം വെളുത്തപ്പം കണ്ട ആൾക്കാർ ഇപ്പോൾ പലരും ഭൂമിയിൽ നിന്ന് ധാരാളം പേര് മാറ്റപ്പെട്ടിരിക്കുന്നു. മാറ്റപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ഈ ലോകത്തിൽ അങ്ങ് ഇവിടെ ആക്കി ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് കാണാനിട തന്നെങ്കിൽ കർത്താവെ, ഈ ദിവസത്തിൻ്റെ അറ്റത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, അവസാന മൊമെൻറ്റിൽ മണിക്കൂറിൽ ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പോൾ മിഡ് നൈറ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് 12 മണി കഴിഞ്ഞ് 9 മിനിറ്റും കൂടെ ആയിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെന്ന് ജീവനോടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച പദ്ധതി ഇതുവരെയും ചെയ്തു തീർത്തിട്ടില്ല. ദിവസങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്തോറും കർത്താവെ, ഞങ്ങൾ ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും എല്ലാം ആഘോഷമാണ്, വലിയ ആഘോഷമാണ്. നാട്ടുകാരെ വിളിക്കുന്നു, വീട്ടുകാരെ വിളിക്കുന്നു, പള്ളിയിൽ മേടയിൽ ഒരുങ്ങുന്നു, പള്ളിയിൽ ഒരുങ്ങുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ ഒരുങ്ങുന്നു. പക്ഷേ അത് ഞങ്ങളുടെ ഓരോ വർഷവും ഞങ്ങളുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ബോധ്യം ചിലപ്പോൾ ഇല്ലാതെയാണ് പോണത്. ഈശോയെ, നീ ഇന്ന് കളപ്പുരയിലെല്ലാം കൂട്ടി എല്ലാം വെച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. യു ഹാവ് എവറിത്തിങ് ഫോർ ടുമോറോ, എല്ലാം നിനക്കുണ്ട് നാളത്തേക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, മകനെ, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയാൽ നീ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം പിന്നെ ആരുടേതാണ്? ആരുപയോഗിക്കും? നീ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതെല്ലാം ആർക്കുള്ളതാണ്? ആർക്ക് അത് അവകാശമായിട്ട് കിട്ടും? കഴിഞ്ഞ ദിവസം വചനം പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ സകലതും നേടിയാലും ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചടക്കിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ നിനക്ക് എന്ത് പ്രയോജനം? കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് ഈ ലോകത്തിൻ്റെ ത്വരയിൽ പെട്ട് ജീവിക്കുമ്പോൾ അങ്ങ് ഇല്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അതൊക്കെ ഒരു സ്റ്റോറിയാണ്, അതൊക്കെ ഒരു മിത്തോളജിയാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ സഹപാഠികളെ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിലുള്ള ആൾക്കാരെ എല്ലാം, ഈ ലോകത്തുള്ള അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് കർത്താവെ, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു മിത്തോളജി അല്ല, അങ്ങ് ദൈവമാണ്, അങ്ങ് ജീവിക്കുന്നു. അങ്ങ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ യു ആർ ദ സെയിം, യു ആർ ദെയർ. ഈ ഒരു ജ്ഞാനം, ബോധം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും കർത്താവേ, ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഇന്നുണ്ടായിട്ട് നാളെ എവിടെയോ പോണ ഒരു ദൈവമല്ല. അല്ല, ഞങ്ങൾ എന്തെങ്കിലും കൂടുതൽ തെറ്റുകൾ ചെയ്താൽ ഇട്ടിറങ്ങി പോകുന്ന ഒരു ദൈവമല്ല. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, ഒരു കുഞ്ഞ് ഏറ്റവും അവശയായിരിക്കുന്ന ഒരു കുഞ്ഞിനാണ് അമ്മയുടെ അപ്പൻ്റെ കെയർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ പലരും അങ്ങനെ മാറിപ്പോയിട്ടുള്ളവരാണ്. അങ്ങയുടെ തിരുവിഷ്ടം അനുസരിച്ച്, പ്രത്യേകിച്ച് എൻ്റെ കാര്യം കൂടെ ഞാൻ പറയണത്, എൻ്റെ കാര്യമാണ് പറയണത്. ബാക്കിയുള്ളവരൊക്കെ ദൈവത്തോട് കൂടെ ഇരുന്നവരായിരിക്കാം, അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവേ. പക്ഷെ എന്നെ അങ്ങ് ഉപേക്ഷിച്ചില്ലല്ലോ ദൈവമേ. തകർന്നു പോയ നിമിഷങ്ങൾ, ഇനി വേണ്ടാന്ന് വെച്ച നിമിഷങ്ങൾ, ഇനി ജീവിക്കണ്ടെന്ന് വെച്ച നിമിഷങ്ങൾ, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് വെച്ച നിമിഷങ്ങളെല്ലാം ഉണ്ട് കർത്താവേ. അതിലൂടെ എല്ലാം പറഞ്ഞു, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നിന്റെ പേര് എൻ്റെ കൈവെള്ളയിൽ ഞാൻ കൊത്തിവെച്ചിരിക്കുന്നു. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും
മുല കുടിപ്പിക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. പറ്റില്ല. കാരണം നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ഒരു സമയത്താണ്. പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ ഉരുവായത് ലോകം രൂപം കൊള്ളുന്നതിന് മുൻപെയാണ്. അപ്പം ഞാൻ അനാദി ദൈവമാണ്. ഐ ആം ആൽഫ ആൻഡ് ഒമേഗ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി നീ ഭൂമിയിലേക്ക് പിറന്നത് ഒരു ചെറിയൊരു സമയം, ഒരു പോയിന്റ് ആണ്. പക്ഷേ നീ എൻ്റെ ഉള്ളിലായിരുന്നു, നീ എന്നോട് കൂടെയായിരുന്നു. എപ്പോഴാണ്? അനാദികാലം മുതലേ. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നീ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. ഞാൻ നിനക്ക് രൂപവും ഭാവവും ഞാൻ കൊടുത്തിരുന്നു. പിന്നെ നീ അങ്ങനെ തന്നെ ഉരുവായി. ഞാൻ നിന്നെ എത്രയധികം സ്നേഹിച്ചു. എല്ലാവരും വെറുത്തപ്പോഴും, എല്ലാവരും നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, നീ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞപ്പോഴും, നീ ഒരു വകയ്ക്കും കൊള്ളാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാനാണ് നിന്റെ ദൈവം. മലകളും കുന്നുകളും എല്ലാം മാറിപ്പോയേക്കാം, എന്നാൽ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിനക്ക് വേണ്ടി ഞാൻ നടത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ആ വാക്കുകൾ, നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. എൻ്റെ വചനം നിന്നെക്കുറിച്ചുള്ളത്, ഈ ലോകത്തെക്കുറിച്ചുള്ളതല്ല മകനെ, നിന്നെക്കുറിച്ചുള്ളത് ഒരിക്കലും മാറിപ്പോകത്തില്ല. കാരണം ഞാനാണ്. ഐ കോൾഡ് യു ഇൻ ടു ബീയിങ്. ചേർത്താനെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ബിക്കോസ് വി ബിലോങ് ടു ഗോഡ്. യു ക്യാൻ ഡു വട്ട് എവർ യു വാണ്ട്, ബട്ട് വി ബിലോങ് ടു ഗോഡ്. അനാദിയായ ദൈവത്തോട് കൂടിയാണ് ഞങ്ങളായിരിക്കേണ്ടത്. ആ ദൈവം ഞങ്ങളെ സംരക്ഷിക്കും. നീ ഇവിടെ കിടന്ന് അലറിയിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ, ഭർത്താവ് വേണ്ടാന്ന് വെച്ചിട്ട്, നിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ പുറകിൽ പോയപ്പോൾ, നിന്നെക്കാളും സൗന്ദര്യമുള്ളവരുടെ കൂടെ പോയപ്പോൾ, നിനക്കൊന്നുമില്ല, നീ കഴകത്തില്ലാത്തവളാണ്, നീ വഹയ്ക്ക് കൊള്ളാത്തവളാണെന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ, ഞാനിവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, നാളെ ഇത് കേൾക്കാൻ പോകുന്ന ആൾക്കാരോടും കൂടി ആയിരിക്കണം പറയേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴും ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ജനിപ്പിച്ച മാതാപിതാക്കളെ നിന്റെ മോൻ കൊള്ളില്ല എന്ന് പറഞ്ഞ്, അല്ലെ നിനക്ക് ഇന്ന സൂക്കേടാണെന്നും പറഞ്ഞ് നിന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇതിനെ എൻ്റെ കുടുംബത്തെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കയ്യിലേറ്റിക്കൊണ്ട് നടന്നിരുന്നു. എൻ്റെ സ്നേഹമാണ് നീ അനുഭവിച്ചത്. എൻ്റെ കരുതലാണ് നീ അനുഭവിച്ചത്. നീ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നിന്നെക്കുറിച്ചാണ് രാവും പോലും ഞാൻ ചിന്തിച്ചതെന്ന് ഈശോ പറയുന്നു. ആ സ്നേഹമാണ് നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചത്. നീ വിചാരിക്കും ഞാൻ തന്നെ ആയിപ്പോയല്ലോ, തനിയെ ആയിപ്പോയല്ലോ, ഇനി എനിക്ക് ആരുണ്ട്? വേദനയുടെ വെമ്പലിൻ്റെ നിമിഷങ്ങൾ പൊന്നേ, ഹല്ലേലൂയ, 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 ഞാൻ നിനക്കുണ്ട്. അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പലപ്പോഴും എന്നെ ഉപേക്ഷിച്ചു പോയി. നിനക്ക് വേറുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിനക്ക് ജോലി വേണമായിരുന്നു, നിനക്ക് വേറൊരു പെണ്ണിനെ കിട്ടാനുണ്ടായിരുന്നു, ഒരു ചെറുക്കനെ കിട്ടാനുണ്ടായിരുന്നു. പറഞ്ഞു എന്നോട്, നീ ഈശോയെ നീ ഇവിടെ കിട്ടോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് വിദേശത്ത് പോകാനുണ്ട്, എനിക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കാനുണ്ട്, എനിക്ക് വീടുണ്ടാക്കാനുണ്ട്, എനിക്ക് ഇച്ചിരി ധനം വാരി കൂട്ടാനുണ്ട്, എനിക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനുണ്ട്. ഞാൻ അവിടെ തന്നെ നിന്നു. മകനെ, മകളെ, ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നീ എന്നെ ഉപേക്ഷിച്ച് എവിടെ വിട്ടിട്ട് നീ പോയോ, അവിടെ ഞാനുണ്ട്. തിരിച്ചു വരുമ്പോൾ എൻ്റെ അരികിലേക്ക് കാത്തിരിക്കുകയാണ്. വഴിയിൽ കണ്ണു നട്ടിരിക്കുന്ന മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ തിരികെ വരാൻ, സ്കൂളിൽ പോയിട്ട് പുറത്ത് പോയിട്ട് ജോലിക്ക് പോയിട്ടൊക്കെ തിരികെ വരാൻ കാത്തിരിക്കുന്നത് പോലെ നീ ഒരു മാതാപിതാവാണല്ലോ അല്ലേ? ആ മാതിരി നീ എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് എത്ര നാളുകളായി? 3 വർഷം, 5 വർഷം, 27 വർഷം, 60 വർഷം ഞാൻ ഇന്നും കാത്തിരിക്കുകയാണ്. നീ എവിടെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി? മുൻപുള്ളതെല്ലാം, നിന്റെ ചെറുപ്പകാലത്തിലെ എല്ലാം ഞാൻ മറന്നിരിക്കുന്നു. ചെറുപ്പകാലത്തിൽ നീ എന്നെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. പിന്നെ നീ വഴി വിട്ടുപോയി. എൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ കുതറി ഓടി മാറിപ്പോയി. അതാണ് ഉണ്ടായത്. ഞാൻ പുറകെ വന്നു, ഞാൻ പുറകെ വിളിച്ചു, ഞാൻ നിന്നെ എൻ്റെ അടുത്ത് ചേർത്ത് നിർത്താൻ നോക്കി.
പക്ഷെ നിനക്ക് നിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, നിൻ്റേതായിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു, എന്നെ കൂടാതെ ഉള്ളത്. അപ്പം നീ പോയി. വേദനയോടെ, കണ്ണീരോടെ, നെടുവീർപ്പോടെ പിടയ്ക്കുന്ന ശംഖുമായിട്ട് വഴിയോരത്ത് ഞാൻ നിന്നു. മകളെ, മകനെ, നീ വിട്ടിട്ട് പോയി. നീ എന്തിൻ്റെ പിന്നിലാണ് ഓടിയത്? നശ്വരമായി ലോകം നിനക്ക് തരുന്ന സന്തോഷത്തിൻ്റെ പുറകിൽ. കുറേ സെക്സ്, കുറേ പാർട്ട്നേഴ്സ്, കുറേ കള്ളുകുടി, കുറേ 5 സ്റ്റാർ ജീവിത സ്റ്റൈല്, 5 സ്റ്റാർ തീറ്റി, കുറേ ഫ്രണ്ട്സുമായിട്ടുള്ള നിൻ്റെ ബന്ധങ്ങൾ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. ഇതിനാണ് നീ എന്നെ ഉപേക്ഷിച്ചത്. നിന്നെ ചേർത്ത് കൊണ്ടുനടത്തിയ ഞാൻ, എൻ്റെ മടിയിൽ വളർത്തി ഞാൻ ഇസ്രായേലെ. ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടി വളമിട്ടു, നിന്നെ വളർത്തി. കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ നോക്കിയിരുന്നു, നീ എങ്ങനെയാണ് വളരുന്നത്, നിന്റെ കയ്യോ കാലോ വളരുന്നത്, നീ എങ്ങനെയാണ് ആത്മാവിൽ നീ ഉയർച്ചയിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കി ഞാൻ വളർത്തി. ഒരു ദിവസം നീ തീരുമാനിച്ചു എന്നെക്കാളും സന്തോഷം തരുന്ന മറ്റെന്തോ ഈ ഭൂമുഖത്തുണ്ടെന്ന്. അങ്ങനെ നിനക്ക് ബോധ്യം കിട്ടിയപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു. പൊന്നുപോലെ എന്നല്ല, ജീവൻ തന്നെ കൊടുത്ത് മറുവിലയായിട്ട് വാങ്ങിയതാണ്. എൻ്റെ ജീവനാണ് ഞാൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞത്. ലെവിറ്റിക്കസിൽ പറയുന്നത് ഒരു ജീവിയുടെ ജീവൻ അതിൻ്റെ രക്തത്തിലാണ്. ആ രക്തമാണ് ഒറ്റിത്തന്നതെങ്കിൽ നീ ഓർത്തുകൊള്ളുക, ആ രക്തമല്ല, എൻ്റെ ജീവനാണ് ഞാൻ ഊറ്റിത്തന്നത്. അത് നീ കണ്ടില്ലെന്ന് വെച്ചു. ഇറ്റ് ഈസ് ഓക്കെ എന്ന് വിചാരിച്ചു. ചെറിയൊരു പ്രാവശ്യം ഒന്ന് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഒരു പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത്? ബൈബിൾ എഴുതിയത് 2000 വർഷം ജനിച്ച ഒരു ഈശോനെ കുറിച്ചാണ്. പിന്നെ ഇപ്പം ഇത്രയും നാളായിട്ടുള്ള ബൈബിള്, അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എഴുത്തല്ലേ. അന്ന് ഇങ്ങനെയുള്ളൊക്കെ ജീവിതം ഉണ്ടാകുമെന്ന് വാട്സപ്പ് ഉണ്ടാകുമെന്ന് ഈശോയ്ക്ക് എന്തറിയായിരുന്നു? നിയമങ്ങൾ തന്ന ദൈവത്തിന് എന്തറിയായിരുന്നു? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സെക്സ്, പോർണോഗ്രഫി വാട്സപ്പിൽ കൂടെ കണ്ട് അല്ലെ മൊബൈലിൽ ഗൂഗിളിൽ കണ്ട് രസിക്കാവുന്ന ഈശോയ്ക്ക് എന്തറിയായിരുന്നു? അതൊക്കെ അന്നത്തെ കാലത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞതെല്ലാം അനാദി കാലത്തേക്കുള്ളതാണ്. പ്രിയ മകളെ, മകനെ, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്നു. വരുവോ തിരിച്ച് എന്നെ ഒന്ന് ആശ്ലേഷിക്കാൻ? ഞാൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന് ഒരു നന്ദി പറയാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, എൻ്റെ തലയിൽ തറച്ചു വെച്ച മുൾക്കിരീടത്തിൻ്റെ വേദന ഒന്ന് ഊതി തന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ, പടഞ്ഞ് ഞാൻ താഴെ വീണപ്പോൾ, മുട്ടുകുത്തി വീണപ്പോൾ, മുട്ടുകൾ പൊട്ടി രക്തമൊഴുകി ഒന്ന് കാണാൻ, ഒന്ന് കഴുകിത്തരാൻ, കൈകാലുകൾ പിളർന്നപ്പോൾ രക്തം ധാരധാരയായി ഒഴുകി നിലത്ത് വീണു. അത് ഭൂമിയിലെങ്ങും പരന്നു. നീ മാത്രം കണ്ടില്ല എന്ന് നടിച്ചു. കുറേ പേരൊക്കെ കണ്ടു, കുറച്ചു കാലത്തേക്ക് കണ്ടു, പിന്നെ വേണ്ടാന്ന് വെച്ചു. കുറേ പേരൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ, എല്ലാവരും ചെയ്യുന്നില്ലേ, എനിക്ക് ചെയ്താൽ എന്താ, അവരെ ഒന്നും ഈശോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇത്രയും നന്നായിട്ടൊക്കെ ജീവിച്ചില്ലേ, അവരത്രയും പോലും ജീവിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം എങ്ങനെയാണെന്ന് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? മറ്റുള്ളവരെ പോലെയാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? അനന്തമായി ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? ആഴമായി ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ? എനിക്ക് എൻ്റെ മേത്ത്, മരണശേഷം പോലും എൻ്റെ മേത്തുണ്ടായിരുന്ന സകല രക്തത്തുള്ളികളും, അവസാനത്തെ ജലവും ഞാൻ നിനക്ക് വേണ്ടി ഊറ്റി തന്നില്ലേ? കണ്ടില്ല എന്ന് നീ നടിക്കുകയല്ലേ? നീ വേദനിക്കുന്നു എന്ന് നീ പറയുന്നു, നീ സഹിക്കുന്നു എന്ന് പറയുന്നു. നീ എന്നെ വിട്ടിട്ട് പോയപ്പോൾ എൻ്റെ ഹൃദയത്തിനുണ്ടായ നൊമ്പരം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനാണ് നിന്നെ വിളിച്ചത്, നീ അല്ല എന്നെ വിളിച്ചത്. ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്. ഞാനാണ് നിന്നെ ആദ്യം സ്നേഹിച്ചത്. അതുകൊണ്ടാണ് നീ എനിക്ക്, അഥവാ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ സ്നേഹിച്ചത്. എൻ്റെ സ്നേഹം അനന്തമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. നീ ഏത് തകർക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, നീ ഏത് പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പട്ടുകുഴിയിലാണെങ്കിലും, എൻ്റെ സ്നേഹം ഒരിക്കലും നിന്നെ വിട്ടു പോയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നിനക്കെന്നും തിരിച്ചു വരാനുള്ള അവസരം ഞാൻ ഒരുക്കി കണ്ടുകൊണ്ടിരുന്നു. എന്ന് നീ മടങ്ങും. നിനക്ക് ഓർമ്മയില്ലേ,
നീ എത്ര പ്രാവശ്യം മുൾപടർപ്പിനകത്ത് ആയിരുന്നു, കുരുങ്ങിപ്പോയിരുന്നു. അതോടൊന്ന് വിടർത്തി എന്നെ ഒന്ന് ആരെങ്കിലും എൻ്റെ മേത്ത് കൊള്ളുന്ന നീ എന്തുമാത്രം അതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് നീ പെടച്ചു. നീ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റാതെ നീ ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മുള്ളുകളെല്ലാം നിന്റെ മേത്തും കണ്ണിലും മൂക്കിലും എല്ലാം കൊണ്ടുകയറി അത് കൂടുതൽ മുറിവുണ്ടാക്കുമായിരുന്നു. അന്ന് നീ നിസ്സഹായയായിട്ട്, ജോലിയില്ലാണ്ട്, കല്യാണം കഴിക്കാൻ ആളെ കിട്ടാണ്ട്, മക്കളില്ലാതെ, മക്കള് വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇതെല്ലാം അവസ്ഥയില് നിന്നോട് മക്കള് ജനിപ്പിച്ച് മുല കൊടുത്ത് നീ വളർത്തി, കയ്യോ കാലോ വളരുന്നത് നോക്കി നീ വളർത്തി. എന്നിട്ട് അവരിപ്പം നിന്നെ വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല. നിന്റെ മരണം ആഗ്രഹിച്ചുകൊണ്ട് കാത്തു കഴിയുന്നു സ്വത്തെടുക്കാനായിട്ട്. മകനെ, നിനക്കുള്ള വേദന. അന്ന് നീ എന്നെ വിളിച്ചു, അന്ന് നീ കരഞ്ഞു, ആ മുൾപടർപ്പിൽ കിടന്ന് നീ വേദനയോടെ നിലവിളിച്ചു. അരാജകത്തിൽ കിടന്നപ്പോഴത്തേക്ക്, ഒന്നുമില്ലായ്മയിൽ നീ ജീവിച്ചപ്പോഴത്തേക്ക് നിലവിളിച്ചു മുള്ളിനകത്ത്. ഞാൻ വന്നു. എനിക്ക് ബാക്കി എന്നോട് ചേർന്ന് എന്നെ സ്നേഹിച്ച കുറേ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെയൊക്കെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പം വരാം. എൻ്റെ വലിയ സഹായം ആവശ്യമുള്ള ഒരു കുഞ്ഞാണിതാ കിടക്കുന്നു അവിടെ. ഞാൻ മുള്ളെല്ലാം കൂടെ വിടർത്തി മാറ്റി നിന്നെ നടത്തിച്ചില്ല. ഞാൻ തോളിലേറ്റിക്കൊണ്ട് വന്നു. ഇപ്പം നീ എവിടെയാ? ഇപ്പം നിനക്ക് നീ തീരുമാനിച്ചതിലെല്ലാത്തിലും വലുതായി. നിനക്ക് കാറുകൾക്ക് കാറായി, വണ്ടികൾക്ക് വണ്ടികളായി, വീടുകൾക്ക് വീടുകളായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം കണ്ടപ്പോൾ നീ ഇതാണ് സ്വർഗമെന്ന് നീ വിചാരിച്ചു. അതിൻ്റെയൊക്കെ പിന്നാലെ പോയി. ഒരു വഴിയിൽ നിന്ന് നോക്കത്ത ദൂരത്ത് നിനക്ക് പറമ്പായി. അതുപോലെയുള്ള 5 സെൻറ്റിനകത്ത് മുഴുവനും വീടായി, 2 നില കെട്ടിടമായി, മുറ്റത്ത് 2, 3, 4 കാറുകളായി. ഇതാണ് സമ്പത്തെന്ന് നീ കരുതി. പക്ഷേ നീ ലോകത്തിൻ്റെ സമ്പത്ത്, നശ്വരമായ സമ്പത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ സ്നേഹം തന്ന് നിന്നെ വളർത്തിയ ആ കൈ നീ തട്ടിമാറ്റി, നീ ഊരിപ്പോയി. പക്ഷെ നീ എങ്ങോട്ടാണെന്ന് പോകുന്നതെന്നോർത്ത് ഞാൻ വിലപിച്ചുകൊണ്ട് നിന്നു. നീ പോകുന്ന പോക്കിൻ്റെ അന്ത്യം നരകമാണെന്നും മരണമാണെന്നും ഞാൻ അറിഞ്ഞു. മടങ്ങി വരുമെന്ന് കാത്ത് ഞാൻ വഴിയരികിൽ തന്നെ നിന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിരിഞ്ഞ് നടക്കാൻ നീ തീരുമാനിച്ചാൽ there will be an encounter between you and me, with you and me. Hallelujah. I promise that we will start again. ഒരിക്കലും നശിച്ചു പോയെന്ന് പറയാൻ നീ ചിന്തിക്കരുത്. നമ്മൾ രണ്ടുപേരും ചേർന്ന് തിരികെ വരും. നീ എന്നിലേക്ക് മടങ്ങി വന്നാൽ, ആദ്യത്തെ ചുവട് നീ വെച്ചാൽ 10 ചുവട് ഞാൻ നിൻ്റെ അടുത്തോട്ട് നടന്നു വരും. ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടി ഓരോന്ന് എണ്ണി എണ്ണി നീ നോക്കിയാൽ ഒരു പുസ്തകം മതിയാവുമോ എഴുതാനായിട്ട്? നീ അപകടം പിടിച്ച സമയങ്ങള്, മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച സമയങ്ങള്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പറയാൻ പറ്റുമോ എത്രയാന്ന്? എണ്ണി തീർക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നൊരു പുസ്തകം എടുത്ത് ഒന്ന് എഴുതു കേട്ടോ. എനിക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ എത്ര തന്നു. ഇതൊക്കെ ഓക്കെയാണ്. ഞാൻ പഠിച്ചതിൻ്റെ വിശേഷമാണ്. എനിക്ക് പൈസ ഉണ്ടായതിൻ്റെ വിശേഷമാണ്. എൻ്റെ ഭർത്താവിൻ്റെ സൗന്ദര്യമാണ്, അയാളുടെ മച്ചോ ആ ഒരു ബോഡിയാണ്, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമാണ്, ഞാൻ അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കിയതിൻ്റെയാണ്. നിനക്ക് എന്തെല്ലാം എക്സ്ക്യൂസ് പറയാനുണ്ട് എന്നെ സ്നേഹിക്കാതിരിക്കാൻ? പറയുന്നേ. കം ലെറ്റ്സ് ടോക്ക് ടുഗദർ. ഇരിക്കുക എൻ്റെ മുൻപിൽ, സംസാരിക്കാം നമുക്ക്. ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത് നിന്നോട്? ഞാൻ എന്താണ് നിനക്ക് തരാതിരുന്നത്? പിതാവായ ദൈവം എന്ന് നിന്നോട് ചോദിക്കുന്നു. എൻ്റെ ഏകജാതൻ, ഞാൻ സ്നേഹിച്ച് എന്നിൽ തന്നെ ഉരുവായവൻ, എൻ്റെ ഒരു ഭാഗം തന്നെ ഞാൻ നിനക്ക് വേണ്ടി തന്നു. എന്നിട്ട് നീ സംശയിക്കുകയാണോ? ഞാൻ എന്തു തന്നെ നിനക്ക് തരാതിരിക്കുകയില്ല. സ്വപുത്രനെ തന്നെ നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി തരാൻ തുനിഞ്ഞ ഞാൻ
ഒരു വീട് തരാതിരിക്കുമോ? ഒരു ഭാര്യനെ, ഒരു ലൈഫ് പാർട്ട്ണറിനെ തരാണ്ടിരിക്കുമോ? ഒരു കാറ് തരാതിരിക്കുമോ? നിനക്ക് മക്കളെ തരാതിരിക്കുമോ? നിന്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളെ തരാതിരിക്കുമോ? പിതാവായ ദൈവം ചോദിക്കുന്നു, നീ എൻ്റെ സ്നേഹത്തെ മറികടന്ന് പോയിരിക്കുകയാണ്. നീ എൻ്റെ സ്നേഹത്തെ നിന്റെ കാലിനടിയിൽ ചവിട്ടി അരച്ച് പോയിരിക്കുകയാണ്. ആദ്യ സ്നേഹം നിനക്ക് എന്നോടുണ്ടായത് നീ മറന്നുപോയി. കാരണം നീ വലിയ ആളായിപ്പോയില്ലേ. എല്ലാം നിനക്ക് കിട്ടിയല്ലോ. ചോദിച്ചതെല്ലാം നിനക്ക് കിട്ടി. അത് നീ നേടിയെടുത്തതാണെന്നുള്ള അഹങ്കാരമാണ് ഇന്ന് നിനക്ക്. അതുകൊണ്ട് നീ നിന്റെ സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകളെ, മകനെ, മടങ്ങി വരിക. നീ എന്നിൽ വന്ന് ചേർന്നില്ല എങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ജീസസ്, നീ എന്നിൽ ചേർന്നാൽ നിനക്ക് ഭയമാണ്. എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നടത്താൻ പറ്റുമോ? കൂട്ടുകാരുമായിട്ട് പുറത്ത് പോകാൻ പറ്റുമോ? സിനിമ കാണാൻ പറ്റുമോ? ഇച്ചിരി വെള്ളം അടിക്കാൻ പറ്റുമോ? അതിനൊക്കെ നിനക്ക് പ്രാധാന്യമാണ്. സ്വന്തം ജീവനെ തന്നെ, അവസാനത്തുള്ളി രക്തവും ജലവും തന്നെയും ഒഴുക്കി നിനക്ക് വേണ്ടി നിന്റെ ജീവനെ രക്ഷിക്കാൻ, നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ അത് നിനക്കൊന്നുമല്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് നീ ഇന്ന്. എങ്കിൽ മകളെ, മകനെ, മടങ്ങി വാ. നീ എന്നെ സ്നേഹിച്ചിരുന്നു. നിന്റെ സ്നേഹം, നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധമുണ്ടായിരുന്നു. എവിടെയാണ് മുറിഞ്ഞു പോയത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? പറയുക എന്നോട്. ജീസസ്, until and unless you come to my mercy, you will never have peace. The world will never have peace. ഇന്ന് ലോകത്തിൽ സമാധാനമില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ, നിന്റെ റിലേഷൻഷിപ്പിൽ സമാധാനമില്ല എങ്കിൽ, നിന്റെ കുടുംബ ബന്ധങ്ങൾ തകർന്നതാണെങ്കിൽ, you are not seeking me. You have left me far away. And you walked on alone. അവിടെ പാമ്പും കല്ലും മുള്ളും തേളും, there were predators along the way. You didn't know. You thought it is okay because you grew up. തന്നെ ഞാൻ വലുതായി, എനിക്കിപ്പോൾ എല്ലാത്തിനും കഴിവുണ്ട് എന്ന് വിചാരിച്ച് നീ പോയി. പക്ഷേ നിന്റെ ആത്മീയ ജീവിതത്തിൽ പെടാമാകുന്ന വലിയ കെണിക്കുഴികൾ നീ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു. ചേർന്ന് നടക്കാമെന്ന് ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല, നീ ഓടി. ഇപ്പം നീ തകർന്ന് തരിപ്പണമായിട്ട് ഇത് വീണ് കിടക്കുന്ന, രക്ഷിപ്പാൻ ആരുമില്ല. ഞാൻ നിന്നോട് പറയുന്നു, മടങ്ങി വാ. കം ബാക്ക് ടു മീ. നീ എന്നെ ഉപേക്ഷിച്ച് പോയി, എങ്ങോട്ടൊക്കെയോ പോയില്ലോ. അവിടെ ഞാൻ നിൽക്കുകയാണ് നിന്നെ കാത്ത്. വരുമോ? Let us have a reunion. Let us have a love affair again. Let us begin to love each other again. Let us begin to comfort each other again. വാ മകളെ, വാ മകനെ, ഞാനിവിടെ നിൽക്കുകയാണ്. എവിടെയാണ് നീ എന്നെ കൈവിട്ട് പോയതെന്ന് നിനക്കറിയാലോ. ഞാൻ ഓർക്കുന്നുണ്ട്. വേദനയോടെ നീ പുറകിലോട്ട് നോക്കാതെ പോലും നടന്നു പോയപ്പോൾ നിന്റെ നിത്യത നിനക്ക് നഷ്ടപ്പെടാൻ പോവാണല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരുന്നു. അന്നും നിനക്ക് വേണ്ടി ഞരങ്ങി മൂളി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, ഒരു മടങ്ങി വരവിന് വേണ്ടി. നീ അറിയുന്നില്ല. നീ വിചാരിച്ച എല്ലാം നീ തന്നെയാണ്, നിനക്കാണ് പ്രാധാന്യം. പ്രൈഡ്, അഹങ്കാരം നിന്നെ കൊണ്ടുപോയി. കം ബാക്ക് നൗ. ഐ എം വെയിറ്റിംഗ്. ജീസസ്, ഐ എം വെയിറ്റിംഗ് ആസ് മൈ ലോർഡ്. ഞങ്ങൾക്കറിയാം ഈശോയെ എവിടെയാ തെറ്റിപ്പോയെന്ന്. എവിടെയാണ് നീ വേണ്ടെന്ന് വെച്ചത്? ദുഃഖിക്കുന്നു ഈശോയെ, നീയാണ് സർവസ്വം. ഹല്ലേലൂയ. നീയാണ് എൻ്റെ ആത്മാവിൻ്റെ ഗാനം. I love you, Lord Jesus.
വി ഓൾ ലവ് യു. ഈ മിഡ് നൈറ്റ് മിറക്കിൾസിലെ എല്ലാ ആൾക്കാരും സ്നേഹിക്കുന്ന ഈശോയെ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഈശോയെ. മടങ്ങി വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിൽ, ഞങ്ങളുടെ വേദനയിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ ഞങ്ങൾ അങ്ങേ മറന്നിട്ടുണ്ട്, അങ്ങേ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അങ്ങയോട് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഉലച്ചിൽ തട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ വിശ്വാസമില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. നാഥ, പൊറുക്കണമേ. യേശുവേ, വി സറണ്ടർ ടു യു ലോർഡ്. ഞാൻ തിരിച്ചു വരുന്നു ഈശോയെ. നിൽക്കുക ഈശോയെ അവിടെ. എന്നെ വിട്ടിട്ട് പോവല്ല, ഞാൻ വരിക. എന്നെ ഒന്ന് ആശ്ലേഷിക്കൂ ഈശോയെ. ആ ഒരു ചുംബനത്തിൽ, ആ ഒരു ആശ്ലേഷത്തിൽ, ആ ഒരു എംബ്രേസിൽ എൻ്റെ ദുഃഖമെല്ലാം മഞ്ഞ് വെയിൽ വരുമ്പോൾ ഒഴുകിപ്പോകുന്നതാണ്, കുരുകിപ്പോകും ഈശോ, എനിക്കറിയാം. ഐ ഓൾസോ ഹഗ് യു അറ്റ് യുവർ ഫീറ്റ് ലോർഡ്. പാദപീഠത്തിൽ ഞാൻ സാഷ്ടാംഗം കിടക്കുന്നു ഈശോയെ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പാപത്തിൻ്റെ ചിന്തകളും എല്ലാം സമർപ്പിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി കർത്താവെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഉതകം വിധം ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ വന്നു പോയതെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. തെറ്റുകൾ എല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. പാദപീഠത്തിൽ ഞാൻ അടിയറവ് പറയുന്നു ഈശോയെ. നോക്കിയാലും നാഥ, ഞങ്ങളുടെ പാപമുള്ള ജീവിതത്തെ, ആത്മാവിനെ നോക്കണമേ. ചിന്തിയ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുമാറാട്ടെ ഇനിയും കർത്താവേ. സാൽവേഷൻ ഈസ് എക്സ്പീരിയൻസ്, വൺ എക്സ്പീരിയൻസ് പേഴ്സണലി. ലോകത്തിൻ്റെ രക്ഷയല്ല ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ. ദാറ്റ് ഈസ് പേഴ്സണൽ ടു മീ ലോർഡ്. എൻ്റെ ഹസ്ബൻഡിനെ, മകളെ സമർപ്പിക്കുന്നു. ലോകം മുഴുവനും നീർന്ന മനസ്സുമായിട്ടിരിക്കുന്ന, ആത്മാവിൻ്റെ തേജസ്സും ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്ന പാപികളായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ആത്മാക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരും അങ്ങേക്ക് പ്രിയപ്പെട്ടവരാണ്. ഏറ്റവും കൂടുതൽ പാപത്തിൽ മുഴുകിയിരിക്കുന്നവരോട് അങ്ങേക്ക് ഏറ്റവും കരുണയാണ്. കാരണം അങ്ങ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 2-3 പാപികളെ ഇവിടുന്ന് തന്നെ തരായിച്ചോ. അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പാപികളെ തേടിയാണ് അങ്ങ് വന്നതെങ്കിൽ, പാപം നിറഞ്ഞ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഡെൽഫീന ഡൽമോറോ എന്ന ഒരാളെ സമർപ്പിക്കുന്നു. ജൂലിയാനോ അന്റോണിയോ ഡൽമോറോ എന്ന ഒരാളെ സമർപ്പിക്കുന്നു. അതുപോലെ കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങിലും ക്രിസ്തുവിലും ജീവിതത്തിലും പ്രത്യാശ നഷ്ടപ്പെട്ടു കർത്താവേ. ഈ ലോക ജീവിതം വരെ വേണ്ട എന്ന് കരുതി മരണത്തിനായി, ആത്മഹത്യക്കായി ഒരുങ്ങിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഒരു ആത്മാവിനോട് സംസാരിക്കാൻ ഒരാളെയെങ്കിലും അവരുടെ വീട്ടിൽ വിടണമേ. ഒരു മാലാഖനെ അയക്കണം. അങ്ങേക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല കർത്താവേ. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. Be still and know that I am God. Yes, my Lord, we are going to be silent. We hand everything to you. At your feet we surrender. You take it from there on. And all the surrendered people, the situations, everything, you take it from there on and guide us, lead us, send your anointing upon us, send your Holy Spirit upon us, O Lord. Hallelujah. മക്കളെ, ദൈവസന്നിധിയിൽ നിങ്ങൾ എവിടെങ്കിലും
തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ 5 മാസത്തും കൊണ്ട് പലരും ഒക്കെ മടങ്ങി വന്നവരാണ്, ദൈവസ്നേഹം അറിയുന്നവരാണ്. ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, മാനുഷിക ബലഹീനതയെ കണക്കിലെടുക്കണേ. ഞങ്ങളുടെ അപരാധമെല്ലാം ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ അങ്ങയോട് ക്ഷമ ചോദിക്കാൻ പറ്റാതിരിക്കുന്ന ആത്മീയ അവസ്ഥയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിനെ അങ്ങ് തിരഞ്ഞെടുത്തത് വഴി ആ മക്കളോട് എല്ലാം അങ്ങ് കരുണ കാണിക്കണമേ. ആത്മാവിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാതെ അന്ധകാരത്തിലായിരിക്കുന്ന ആൾക്കാരെ സമർപ്പിക്കുന്ന, ആത്മാക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, സ്വന്തം തന്നെ കണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത ഘോരമായ കുറ്റങ്ങൾ ചെയ്യുകയും അതിനെ പ്ലാനും പദ്ധതിയും ഇടുകയും ചെയ്യുന്ന ആത്മാക്കളെ ഇന്ന് സ്പർശിക്കണമേ. ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശയിലാണ് കർത്താവേ, പ്രതീക്ഷ ഇല്ലാതെ പോയി ഈശോയെ. കാരണം അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം അവരനുഭവിച്ചിട്ടില്ല ഇതിനു മുൻപ് ലോകത്തിൽ, ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് അവരുടെ ഈ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യാൻ പോണത് അങ്ങേ വിധിക്കുന്ന ഒരു വിധിയാളനായിട്ട് മാത്രം കാണുന്നവരുണ്ട്, ഒരു ക്രൂരനായ ദൈവം ആയിട്ട് കാണുന്നവരുണ്ട്. അല്ല, അങ്ങ് സ്നേഹമാണ് എന്ന് അവരുടെ ആത്മാവിൽ നിന്ന് സ്പർശിച്ചുകൊണ്ട് പറയണേ ഈശോയെ. അതിലെൻ്റെ മകളെ ഞാൻ സമർപ്പിക്കുന്നു, ഹസ്ബൻഡിനെ സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അവരുടെ കുടുംബങ്ങൾ, അവരെ എല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ജീസസ്. ജിർസി പറഞ്ഞോളൂ. അതിപ്പോ എനിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ വന്നിരുന്നപ്പോ. ഇത് ഇവിടെ എവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് അരമണിക്കൂർ എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. പറഞ്ഞു. എന്റെ ഫെയ്ത്ത് ജേണി എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള എല്ലാ ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് പ്രാർത്ഥിക്കുന്ന ആള് ഞാനായിരിക്കും. പക്ഷേ ജിപ്സി, ഫോണ് ഒന്നും കൂടെ ഒന്ന് അടുത്ത് പിടിച്ചിട്ട് പറയാവോ? ഇച്ചിരി ഒരു പെയിന്റഡ് സൗണ്ട് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. കുട്ടിക്കാലം മുതൽ തന്നെ നല്ല ഫെയ്ത്ത് കിട്ടി വളർന്ന ഒരാളാണ് ഞാൻ. എന്റെ പാരന്റ്സ് ഭയങ്കര നല്ലോണം പ്രാർത്ഥിക്കുന്ന പാരന്റ്സ് ആയിരുന്നു. രണ്ടുപേരും എന്നും പള്ളിയിൽ പോകും. ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും ഫാമിലി മൊത്തത്തിൽ അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയായിട്ട് ഭയങ്കര അടുത്ത് നിന്നിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, ഫെയ്ത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രാർത്ഥന, പള്ളി, അങ്ങനെ തന്നെ ഒരു ലൈഫായിരുന്നു. ജലദോഷമൊക്കെ ഉള്ള സമയമായിരുന്നു. കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് പുറത്തിങ്ങനെ നടന്നു പോയ വഴിക്ക് ഞാൻ വല്ലാണ്ട് ചുമച്ചു. അപ്പൊ ഞാൻ ചുമച്ചിട്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. അപ്പൊ എന്നെ ചാച്ച കുറെ വഴക്ക് പറഞ്ഞു, നീ ഇപ്പൊ ഈശോയെ സ്വീകരിച്ചിട്ട് വന്നിട്ട് തുപ്പിക്കളയുന്നു എന്നും പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു. ഇപ്പോഴും അതെന്റെ മനസ്സിലുണ്ട്. അപ്പം അപ്പോഴാണ് എനിക്ക് ബോധ്യം വരുന്നത്, അത് ഇത്ര വലിയ കാര്യമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും വേറെ എന്ത് വലിയ ആനക്കാരുണ്ടെങ്കിലും കുർബാന മുടക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു എന്താണ് ചിട്ടയും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലെ പ്രാർത്ഥനകളാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ 9 മാസത്തിലൊക്കെ നമ്മളുടെ വാർഡിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൊന്തയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈവനിങ്ങിലായിരിക്കും മിക്കവാറും. അപ്പൊ കൊന്തയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാലും വീട്ടില് വീണ്ടും കൊന്ത ചെല്ലും. അപ്പൊ ഞാനും ബ്രദറൊക്കെ വഴക്കുണ്ടാക്കും ചെറുപ്പത്തില്, ഇപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് വന്നല്ലോ എന്നിട്ട് ഇനിയും ചെല്ലണോ, അങ്ങനെ വീട്ടിലെ പ്രാർത്ഥന മുടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചിട്ടയിലാണ് വളർന്നത്. അങ്ങനെ കുട്ടിക്കാലവും പിന്നെ കല്യാണം കഴിക്കുന്ന വരെയും
മിക്കവാറും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയിരുന്നു. പ്രാർത്ഥിക്കും. അങ്ങനെ എന്നുവെച്ചാ എന്താ കൊന്ത ചൊല്ലും, അങ്ങനെ റുട്ടീനായിട്ടുള്ള പ്രാർത്ഥനകള്, അങ്ങനെയുള്ള ഇത്. അല്ലാതെ എന്താ പറയാ ഈശോയോട് സംസാരിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന എനിക്കറിയുന്ന ഒരേ ഒരു ദൈവം ഈശോ ആണ് എന്നല്ലാതെ വളർന്ന സാഹചര്യം അങ്ങനെയാണ് എന്നല്ലാണ്ട് നമ്മൾ ഈശോയുടെ ഒരു പേഴ്സണൽ ഒരു സംസാരിക്കുക അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പള്ളിയിലാണെങ്കിലും ആക്റ്റീവ് ആയിരുന്നു. ലേഖനം വായിക്കുക, ബൈബിൾ വായിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഒക്കെ ചെറുപ്പം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു ഈശോയോടുള്ള ഒരു പേഴ്സണൽ ഇതുണ്ടായിരുന്നില്ല. മീൻസ് ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള പോലെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ വളർന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് സർക്കിളിലൊന്നും ക്രിസ്ത്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയാ നമുക്കൊരു കുറെ കൂടെ ലിബറൽ ആയിട്ടുള്ളൊരു ചിന്താഗതിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വരും. എല്ലാ മതം ഒന്നാണ്, എല്ലാ ദൈവം ഒന്നാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് കുറച്ചുകൂടെ വലുതായി ഒരു കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും എല്ലാം ഒന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ ചുറ്റും കാണുന്ന ലോകത്ത് ഫ്രണ്ട്സും കാര്യം എല്ലാവരും അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് അതൊക്കെ ശരിയാണല്ലോ എന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും വേറൊരു ദൈവത്തെ ആരാധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരുടെയും ദൈവം ഒന്നാണെന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു ചിന്ത അന്ന്. അപ്പൊ ഈ കല്യാണം കഴിച്ച ഫാമിലിയിലാണെങ്കിലും അവരും നല്ല ഫെയ്ത്ത് ഉള്ള ആൾക്കാരാ, പള്ളിയും കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാരും നല്ല വിശ്വാസമുള്ള ആൾക്കാരാ. ഹസ്ബൻഡ് ആണെങ്കിലും മാതാവിന്റെ വലിയൊരു ഭക്തനാ. അങ്ങനെ പ്രാർത്ഥന സാധാരണ പോലെ പള്ളി പോന്നു. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞായറാഴ്ച മാത്രമേ പള്ളി പോക്കൊക്കെ ഉള്ളൂ. ഇന്നൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അങ്ങനെ അത്രയും ഒക്കെ തന്നെ സാധാരണ പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ. കൂടുതലായിട്ടൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരായി, അങ്ങനെ അതിന്റെ തിരക്കുകളായി, അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയാ ഈ കരിസ്മാറ്റിക് പ്രയർ ഒന്നും വീട്ടില് പപ്പയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാ പപ്പ. പക്ഷെ എന്താ പറയാ ഈ ഹല്ലേലൂയൊക്കെ പറഞ്ഞ സ്തുതിക്കുന്ന അങ്ങനത്തെ ഭയങ്കര ബഹളമുള്ള പ്രയറൊന്നും അതുകൊണ്ട് ഞാനങ്ങനെ ധ്യാനത്തിനൊന്നും ചെറുപ്പത്തിലൊന്നും പോയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ലൈഫിൽ ഈ താമസിച്ചിട്ടുള്ള ഒരു ധ്യാനത്തിന് ഒരിക്കലേ പോയിട്ടുള്ളൂ. അത് കല്യാണം കഴിഞ്ഞ ഒരിക്കല്. അല്ലാതെ ഈ പള്ളിയിലുള്ള ധ്യാനമൊക്കെ കൂടുന്നല്ലാതെ അങ്ങനത്തെ ആ ഒരു ലൈനിലുള്ള ഇതൊന്നും അത്ര എനിക്ക് പരിചയമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സാധാരണ പോലെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പിന്നെ കൊന്ത ചൊല്ലും, കരുണക്കൊന്തയൊക്കെ ചൊല്ലും. അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും പണ്ടൊന്നും അങ്ങനെ കരുണക്കൊന്ത ചൊല്ലാറില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും. അതായത് എനിക്ക് കൊന്ത ചൊല്ലാൻ സമയമില്ലാത്തപ്പോഴും ഞാൻ കരുണക്കൊന്ത ചൊല്ലും. പെട്ടെന്ന് ചൊല്ലി തീരുമല്ലോ അങ്ങനെ. അങ്ങനെയായിരുന്നു കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് കറക്റ്റ് 3 മണിക്ക് ചൊല്ലുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും മുമ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോവിഡ് കാലം വന്നപ്പോ എന്താ പറയാ ഓൺലൈൻ ആയല്ലോ. അപ്പോൾ തുടക്കകാലത്തിലൊക്കെ ഓൺലൈനിൽ ഇപ്പോഴും മാസം കാണുമൊക്കെ ചെയ്യും. പിന്നെ ഇവിടുത്തെ പള്ളിയിൽ ആ സമയത്ത് എന്താ 12 വയസ്സാവാത്ത പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അന്ന് മോള് ചെറുതാ, നമുക്ക് അന്ന് 7 വയസ്സോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പള്ളി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അവളില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ, ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു 2 കൊല്ലത്തോളം എനിക്ക് തോന്നുന്നു ഓൺലൈനിലുണ്ട്. പക്ഷെ പിള്ളേർക്ക് കാറ്റഗിസം ഓൺലൈനായിരുന്നു. അങ്ങനെ കുർബാനയ്ക്ക് പോവാതെയായി. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു തരം ഈശോയെ സ്വീകരിക്കാതെ, അത് അന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ആ ഒരു ഡിറ്റാച്ച്മെന്റ് പോലെ വന്നു. എന്നുവെച്ചാൽ പ്രാർത്ഥനകളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു. ഓൺലൈനിൽ മാസ് കാണുന്നുണ്ട് എന്നല്ലാതെ പ്രാർത്ഥന ആ ഒരു അതങ്ങ് പോയി. ആ ഒരു സ്പിരിറ്റ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈശോയെ റെഗുലറായിട്ട് സ്വീകരിക്കുന്നില്ലായിരുന്നു. അതാണ് കാരണം എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെയും പള്ളി പറഞ്ഞ് പള്ളിയിലൊക്കെ പോകുന്നത് സൺഡേ പോകും, പ്രാർത്ഥിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും അങ്ങനെ ഞാനിങ്ങനെ സ്പിരിച്വൽ ടോക്കൊന്നും ഓൺലൈനിലൊന്നും കേൾക്കുന്ന ശീലമൊന്നും എനിക്കില്ലായിരുന്നു. കുർബാന കാണുന്നല്ലാതെ വേറെ അങ്ങനത്തെ കാണാറൊന്നുമില്ല. അതുപോലെ അഡോറേഷൻ ഒന്നും ഞാൻ ഒരിക്കലും ഓൺലൈനിലൊന്നും കണ്ടിട്ടില്ല അതിനു മുമ്പ്. കുർബാനകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ എന്താ പറയാ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് വേറൊരു രാജ്യത്തേക്ക് പോകാനൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ വിസയൊക്കെ കിട്ടുന്നു. അന്നൊക്കെ ഞാൻ ഈശോയോട് പറയായിരുന്നു,
ഞങ്ങൾക്കുള്ളതല്ല ഇതെങ്കിലും എനിക്ക് വിസ തരരുതെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ, അതേസമയം പോകണം എന്നുണ്ട്. അവിടെയാണെങ്കിലും എന്റെ ബ്രദറും ഫാമിലിയും അവിടെ സെറ്റിലാണ്. അപ്പം അവിടെ പോയാലും എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാണ്ട് പപ്പയും മമ്മിയും മിക്കവാറും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഇത് കിട്ടി, ഞാൻ വിസ കിട്ടി, ഞാൻ പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് എന്നോട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയാണ് വേണ്ട തിരിച്ചു പോണം എന്ന്. പക്ഷെ പോയത് ഓസ്ട്രേലിയ, ഫ്രം ദുബായ് ടു ഓസ്ട്രേലിയ അതല്ലേ? അല്ല, ന്യൂസിലാൻഡിലാണോ? അത് ശരി. അപ്പൊ നിങ്ങള് ലാലി മാത്തച്ഛനും നിങ്ങളും കൂടെ നെയ്ബേഴ്സ് ആയ? ശരി. അല്ല, ഈ ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ജോലിന്റെ കാര്യത്തിന് 21 ദിവസത്തെ വെള്ളം ഇപ്പം പ്രാർത്ഥിച്ചിട്ടപ്പോ അതിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു പറഞ്ഞൊരു ഓർമ്മയാണ് എനിക്കുള്ളത് കേട്ടോ. അല്ല, കൗൺസിലിങ്ങിന്റെ സമയത്താന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ഓർമ്മ എന്താ? ഓക്കെ. എന്നിട്ട് അപ്പൊ എനിക്ക് അത്രയും ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അങ്ങോട്ട് മൂവ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യണമെന്ന്. കാരണം എനിക്കൊരു ബ്രദർ മാത്രമേ ഉള്ളൂ. അവനും ഫാമിലിയൊക്കെ അവിടെയാണല്ലോ. അപ്പം അവൻ എപ്പോഴും ഇങ്ങനെ വിളിക്കും, നമ്മൾ രണ്ടുപേരും ഇവിടെ സെറ്റിൽ ആണെങ്കിൽ നല്ലതല്ലേ, രണ്ടുപേരും രണ്ട് സ്ഥലത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പൊ ഞാനും ആലോചിക്കും, ഓക്കെ എല്ലാവരും ഒന്നിച്ചാണെങ്കിൽ അടുത്താണെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തപ്പോ അന്ന് വിസിറ്റ്, അപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വന്നത്. അങ്ങനെ അവരത് സ്റ്റോപ്പ് ചെയ്തു ആ പ്രോസസ് എല്ലാം. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടി. ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് കിട്ടി, തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഓക്കെ ഈശോ ആഗ്രഹിക്കുന്ന ആണല്ലോ. അങ്ങനെ ഞാൻ പോയതാണ്. പക്ഷെ എനിക്ക് അവിടെ ചെന്നിട്ട് നിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഭയങ്കര സങ്കടം എന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ എന്നോട് പറയാ തിരിച്ചു പോണം. പക്ഷെ പോന്നു കഴിഞ്ഞാൽ ഉള്ള ജോലി ഞാൻ കാഴ്ചവെച്ചു. അവിടെ ഞാൻ അന്ന് എന്റെ മാനേജറോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ. അപ്പൊ അവർക്ക് തന്നെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് തന്നെ അപ്പൊ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ തിരിച്ചു പോന്നു. കാരണം എന്റെ ഉള്ളിലിരുന്ന് എന്തോ ഫോഴ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക തിരിച്ചു പോകാൻ. പക്ഷെ അന്നൊന്നും എനിക്കിത് പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിച്ചതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം ഈശോയ്ക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നെ ഒന്ന് മര്യാദ പഠിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ മനസ്സിലായി. നല്ല ബോധ്യ. കാരണം ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞല്ലോ ആ ഒരു കാലഘട്ടത്തിൽ, ഈ കോവിഡ് കഴിഞ്ഞത്. പിന്നെ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ജോലി ഞാൻ കളഞ്ഞു. അങ്ങോട്ട് പോയ എല്ലാം കിട്ടി, വിസയും കിട്ടി, ഒക്കെ റെഡിയായ സാധനം അതും ഞാൻ ക്യാൻസൽ ചെയ്തു. പിള്ളേരുടെ ഒക്കെ വിസ അപ്ലൈ ചെയ്ത് അത് റെഡിയായി. ആ വിസ ഓഫീസർ എനിക്ക് മെയിൽ അയച്ചു. അത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിള്ളേരുടെ വിസ. പക്ഷെ ഞാനിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അവർ എനിക്ക് തിരിച്ചയച്ചു, എല്ലാം ഓക്കെ ആണ്, പ്രോസസ് ജസ്റ്റ് അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ, നിങ്ങൾക്ക് ശരിക്കും ക്യാൻസൽ ചെയ്യണോ എന്നും ചോദിച്ച് അവരിങ്ങോട്ട് മെയിൽ അയച്ചു. അപ്പോഴും ഞാൻ അന്നേരം എനിക്ക് കൺഫ്യൂഷനായി. പക്ഷെ പിന്നെയും എന്റെ മനസ്സ് പറയുന്നത് വേണ്ട. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ട്. അങ്ങനെ അത് ഞാൻ ക്യാൻസൽ ചെയ്തു. തിരിച്ചിവിടെ വന്നു, വെറുതെ വീട്ടിലിരിപ്പായി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു. കാരണം വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കണം, എല്ലാവരും പോകും, സ്കൂളിലും ഓഫീസിലും പോകും, ഹസ്ബൻഡ് ഓഫീസിലും പോകും, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ ഒരു സമയത്താണ് ഈ നമ്മുടെ വയലാമണ്ണിലെ ഡെയിലി ബ്ലെസ്സിംഗ് അല്ലേ. അപ്പൊ അത് ഞാനിങ്ങനെ ആക്സിഡന്റലി ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്കിങ്ങനെ ഒരു ബോധ്യം പോലെ വരിക, ഈശോയോട് ചോദിച്ചാൽ ഈശോയ്ക്ക് അല്ലാണ്ട് ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിൽ ഇങ്ങനെ വരിക. അപ്പൊ ഞാനിങ്ങനെ ഇതിങ്ങനെ അവിചാരിതമായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ അതെന്നും കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറെ വേറെ അച്ഛന്റെ തന്നെ കുറെ ടോക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വേറെ പല ടോക്കുകളും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അത്രയും കാലമൊന്നും ഞാൻ ബൈബിൾ അങ്ങനെ മുഴുവൻ ഇതുവരെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോ വായിക്കും, പിന്നെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കും, സുവിശേഷം വായിക്കും എന്നല്ലാതെ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആ സമയത്തൊക്കെ ഡാനിയൽ അച്ഛന്റെ ഒക്കെ ടോക്ക് കേൾക്കുമ്പോ അച്ഛൻ ഇങ്ങനെ പറയും 1/2 മണിക്കൂർ എങ്കിലും ദിവസം വായിക്കണം. അതുപോലെ അട്ടപ്പാടിയിലെ അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോ ഞാൻ
അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനി ബൈബിള് വായിക്കാൻ. കാരണം വേറൊന്നും ചെയ്യാനില്ല. എനിക്ക് ആകെപ്പാടെ നിരാശയൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ ബൈബിള് വായന തുടങ്ങി. അങ്ങനെ ഈ 2 വർഷം കൊണ്ട് ഞാൻ 2 തവണ മുഴുവൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ റൗണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പക്ഷെ അപ്പോഴൊന്നും ആദ്യമൊന്നും ഇതൊന്നും ചെയ്യുമ്പോ എനിക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയി. കാരണം എനിക്കിങ്ങനെ എന്റെ മനസ്സിലെന്താ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയാ. എനിക്ക് വേറെ ബോധ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഓരോ പ്രാർത്ഥനകളായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ എന്താ എൽറൂഹയിലൊക്കെ ഇതെല്ലാം കൂടാൻ, കൺവെൻഷനും അങ്ങനെ എല്ലാം കൂടാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഈ ഓൺലൈനിൽ പെർപെച്വൽ അഡറേഷൻ ഒക്കെ വെച്ചിരുന്നിട്ട് കുറച്ചു നേരമൊക്കെ ഈശോയുടെ ഇത് വെച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ സമയത്തൊക്കെയാണ് ഞാൻ കൗൺസിലിങ്ങിനൊക്കെ ഓരോ ഇതില് ഫോൺ വിളിക്കുമായിരുന്നു വേറെ കൗൺസിലേഴ്സിനെ. അവരൊക്കെ ഇങ്ങനെ പറയാ ഇപ്പൊ ശരിയാവും, കുറച്ചു കാലം 3 മാസത്തിനുള്ളിൽ ശരിയാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും ശരിയായൊന്നുമില്ല ജോലിയൊന്നും. ആ സമയത്തൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്തൊക്കെ ഞാൻ വേറെ ജോലിക്ക് കുറച്ചെണ്ണത്തിനൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ എന്റെ മനസ്സിലിങ്ങനെ പറയാണ് ഞാൻ കളഞ്ഞ ജോലിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം പോലെ അതിനു വേണ്ടി വെയിറ്റ്, എല്ലാരും പറയുന്നുണ്ട് അതിനി കിട്ടാനൊന്നും പോകുന്നില്ല, നമുക്ക് വേറെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ എല്ലാരും ഇങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് ഒഴിവാക്കി നീ വേറെ നോക്കുന്നുള്ള പോലെ. പക്ഷെ എനിക്ക് എന്റെ മനസ്സ് സമ്മതിക്കുന്നേ ഇല്ല. അപ്പൊ അന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതെന്റെ എന്താ നല്ല ബോധ്യം തന്നെയാണോ അതെന്റെ വാശിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മാനേജറൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ സംസാരിക്കായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്തൊക്കെ. അപ്പോഴൊന്നും അവിടെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അവര്, എല്ലാം ഹോൾഡിലായിരുന്നു. അപ്പൊ അങ്ങനെ 2 വർഷം അങ്ങനെ പോയി. പക്ഷെ എന്നിട്ടും അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ജോലികൾക്കൊക്കെ വേറെ അപ്ലൈ ചെയ്തെങ്കിലും എവിടുന്നും എനിക്ക് ഇല്ല. ഇതുവരെ ഞാൻ ഇത്രയും കാലത്തെ എന്റെ കരിയറിൽ എല്ലാ ജോലിയും എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഓപ്പർച്യൂണിറ്റി വന്ന് കിട്ടിയതാ, ആരെങ്കിലും വഴി, ഇങ്ങനെ റെഫറൻസ് ഒക്കെ വഴി. പക്ഷെ ഇത്തവണ ഞാൻ ഇത്രയും അപ്ലൈ ചെയ്തിട്ടും ഒരു സ്ഥലത്തൊന്നും എനിക്ക് ഒന്നും വന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാനിങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കും. ഭയങ്കര തകർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പിന്നെയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കും. വചനം പറഞ്ഞുകൊണ്ട് നടക്കും, വചനം എഴുതും. അങ്ങനെ ഒരുപാട് ഈശോയോട് ഇങ്ങനെ അടുത്തു. ഈശോയോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എന്താ പറയാ, മാതാവിനോടും ഒക്കെ ഇങ്ങനെ. മാതാവിനോട് ഞാൻ കൊന്ത ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കും. പക്ഷെ കുറെ നേരം വഴക്കുണ്ടാക്കും. അങ്ങനെ ഒക്കെ ചെയ്യും. അങ്ങനെ ഞാൻ കൂടുതൽ ഈശോയോട് നന്നായിട്ട് അടുത്തു ഒരു കാലഘട്ടം കൊണ്ട്, ഈ 2 വർഷം കൊണ്ട്. അങ്ങനെ ആ ഒരു 2 വർഷം ആകാനൊക്കെ ആയപ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ട് സിസ്റ്ററിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടത്. ഏത് വീഡിയോ ആണെന്ന് ഞാൻ മറന്നത്. അതിലിങ്ങനെ സിസ്റ്റർ പറയുന്നുണ്ട് ഞാനിങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണെന്നൊക്കെ. അപ്പൊ എനിക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമെന്നാ എനിക്കൊന്ന് വിളിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പിന്നെയും കൂടുതൽ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പൊ ആണ് കരുണക്കൊന്തയുടെ കാര്യങ്ങളാണ് സിസ്റ്റർ കൂടുതൽ പറയുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അന്നൊക്കെ ഞാൻ കരുണക്കൊന്ത സ്ഥിരമായിട്ട് 3 മണിക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ചിലപ്പോ 2 എണ്ണം 3 എണ്ണം അത്രയൊക്കെ. സിസ്റ്ററിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങി. പിന്നെ ഞാൻ ആദ്യം 7 എണ്ണം ചൊല്ലി തുടങ്ങി. പിന്നെ അത് 14 16 20 അങ്ങനെ കൂടുതൽ ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും ഓരോ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതെ, അങ്ങനെ എണ്ണം കൂടി. ഈ സമയത്തൊക്കെ എന്റെ പാരന്റ്സ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ് ഇത് തന്നെ തന്നോണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്ന് വീഴുമ്പോ പിന്നെയും എന്നെ മമ്മി ഇങ്ങനെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പിടിച്ച് നിന്നു. അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഈ ജോലി ഇല്ലാത്തതിന്റെ ഒരു സങ്കടമാണ്. അത് ഞാൻ തന്നെ കളഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കാനുള്ള എന്തോ ഒരു ഇത് എനിക്ക് കിട്ടി. ഉള്ളിലൊരു ബോധ്യം. എനിക്കറിഞ്ഞൂടെ എങ്ങനെ അത് കിട്ടുമോ ഇല്ലയോന്നൊന്നും ഒരു ഉറപ്പില്ല. എന്നാലും അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ ആരോ എന്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്ന പോലെ. അങ്ങനെ കരുണക്കൊന്തകള് ചെല്ലി സിസ്റ്ററിന്റെ കൂടെ കൂടിയപ്പോഴാണ് ഞാന് പിന്നെ എനിക്ക് ഒത്തിരി നേരം അഡോറേഷനിൽ ഇരിക്കാനുള്ള ഒരു കൃപ കിട്ടി. മണിക്കൂറുകൾ ഞാൻ ടിവിയിൽ ഫുൾ ടൈം ഇപ്പൊ ഈശോ ആണ്. വേറെ ആരും കാണുന്നില്ലെങ്കിൽ ഞാനപ്പോ അഡോറേഷൻ വെക്കും. അങ്ങനെ അവിടെ ഇരിക്കും. വെറുതെ ചിലപ്പോ ഒന്നും പ്രാർത്ഥിക്കൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഞാനും. കാരണം പകലിവിടെ ആരും ഇല്ലല്ലോ, ഞാനും ഈശോയും മാത്രം. ഞാനിങ്ങനെ വെറുതെ കുറെ നേരം നോക്കിയിരിക്കും.
അങ്ങനെ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഈശോയായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഭയങ്കര ലിബറൽ ചിന്താഗതി ഉണ്ടായിരുന്നു. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, എല്ലാ ഇതും ആണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ എനിക്ക് പണ്ടുണ്ടായിരുന്നു. എല്ലാവരും ആരാധിക്കുന്ന ഒരേ ദൈവത്തെ അല്ലേ, ഈശോ മാത്രമല്ലല്ലോ ദൈവം, പല പേരിൽ അറിയുന്നു, ദൈവം ഒന്നാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അതെ അതെ, അങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പപ്പയൊക്കെ ഭയങ്കര ഇതിൽ പറയും, ഞാൻ എന്റെ ബ്രദറൊക്കെ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് മറ്റ് മതങ്ങളും എല്ലാവരുടെയും ഫെയ്ത്തൊക്കെ ഒന്നാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പപ്പ പറയും സത്യദൈവം എന്ന് പറഞ്ഞാൽ ഈശോ മാത്രമാണ്, ഏകരക്ഷകൻ ഈശോ ആണെന്നൊക്കെ പറഞ്ഞ പപ്പ ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്യും. അപ്പൊ ഞാനും ബ്രദറും പപ്പേനെ കളിയാക്കും, പപ്പയ്ക്ക് ഭയങ്കര നാരോ മൈൻഡാ, മറ്റുള്ള ഇതിനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ എന്താ പിന്നെ എനിക്ക് പക്ഷെ സ്വന്തം ബോധ്യായി, അതെ ഈശോ മാത്രമാണ് ദൈവം, ഏകരക്ഷകൻ എന്നുള്ള ബോധ്യം എനിക്ക് ഈ ഒരു 2 വർഷം കൊണ്ട് എന്റെ ആണെന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി ഈ കാലം കൊണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ, എനിക്ക് തോന്നുന്നു എന്നെ പ്രാർത്ഥനയിൽ വളർത്തിയെടുക്കാൻ, ഈശോയായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ഈശോ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രേക്ക് ആയിരുന്നു എന്റെ ലൈഫിൽ. ഒരു പൊരുത്തം കേടല്ലേ? അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം ലാലി മാത്തച്ഛൻ പറയുന്നു, എന്നെ റീഡിങ്ങിന് വിളിക്കാണ്ടിരിക്കാനായിട്ട് വരുന്ന ബൈബിള് കയ്യിൽ കൊണ്ടൊന്ന് തരാതിരിക്കാൻ ഞാൻ കുർബാന തുടങ്ങുന്നവരെ കാറിൽ കുട്ടികളുമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അന്ന് പറയാനായിട്ട്, അതിനെക്കുറിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ, ദൈവം നമ്മളെക്കുറിച്ച് എന്നും ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആത്മാവിനെ കുറിച്ച് ഒരു അജണ്ടയായിട്ടാണ് ദൈവം ആ തുടക്കത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ ബീയിങ് ദൈവത്തിന്റെ കൂടെ ആയിരുന്നപ്പം ഹി കോൾഡ് us into ബീയിങ് ഈ ഭൂമിയിലാകാനായിട്ട്. അപ്പോ ആ കാര്യം നിവർത്തിച്ച് ചെയ്തെടുത്തല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിലത്തെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. നീ എത്ര കൈയും കാലും ഇട്ട് അടിച്ചാലും ഏമാരി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനം, ഇപ്പൊ ഞാനെന്ത് കാര്യം, എന്റെ തോന്നിയാസത്തിന് ജീവിച്ച ഒരു വ്യക്തിയാണ്. അന്ന് എന്നോട് ആരെങ്കിലും പറയാ സുവിശേഷം പറയുന്ന പറഞ്ഞാൽ ഞാൻ ചിരിച്ച് ഐ വുഡ് ഹാവ് ലാഫ്ഡ് ദം ഔട്ട് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് ജീവിക്കുകയാണ്. കാരണം അന്നേ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ഐ വാസ് എ ചോസൺ വൺ. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അവസാനം കൊണ്ടുവന്ന് അവിടെ തന്നെ ആക്കിയല്ലോ. ഇന്ന് ഞാൻ കൈയും കാലും കെട്ടിയിട്ടിട്ട് എന്നെ പ്രഹരിക്കുന്ന, അല്ലെങ്കിൽ കൽത്തുറുങ്കിൽ കെട്ടി അടയ്ക്കുന്ന അവസ്ഥയിലും ഞാൻ പ്രഘോഷിക്കുകയാണ് ദൈവകാരുണ്യം. കാരണം ഞാനിപ്പോൾ കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒട്ടുമേ കാണുന്നില്ല. നിങ്ങൾക്കറിയാം ഇന്നിവിടെ എന്താ സംഭവിച്ചെന്ന് സോഫീൻ്റെ അലൻ്റെക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചിരുന്നു, പല കാര്യങ്ങൾ അതിലേക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ബാക്കി പറഞ്ഞോളൂ. പറഞ്ഞോ. എന്നിട്ട് ദൈവം അതാണ് ഉദ്ദേശിച്ചത്. ദൈവം നിങ്ങളെ ആ ഒരു ബേസിക്കിൽ നിന്ന്, സീറോയിൽ നിന്ന് നിങ്ങളെ ആത്മീയ ജീവിതത്തിലേക്ക് പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. അതെ, പരിശുദ്ധാത്മാവിന്റെ ഒക്കെ ഒരു ആ ഇന്ററാക്ഷനെ പറ്റി എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓരോ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഓരോ കാര്യത്തിലും. പക്ഷെ എനിക്കതിന്റെ ബോധ്യമൊന്നും ഇല്ലായിരുന്നു. ഇത് പരിശുദ്ധാത്മാവ് നല്ല ചിന്തയാണെന്നോ അങ്ങനെയൊന്നുള്ളൊരു ബോധ്യം എനിക്കില്ല അന്നത്തെ കാലം. എന്നിട്ട് ഞാൻ പിന്നെ സിസ്റ്ററെ കണ്ടു കഴിഞ്ഞു. സിസ്റ്ററിന്റെ കൂടെ കൂടിയപ്പം പിന്നെ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് കണ്ട പോലെയാണ്. അത് ശരി, അങ്ങനെയാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ലല്ലോ. ഒരാൾക്കും എന്നെ അറിയാത്ത ആൾക്കാരല്ലേ. ബാക്കി പറഞ്ഞോളൂ. അങ്ങനെ സിസ്റ്റർ കണ്ട് കൗൺസിലിംഗ് ചെയ്തപ്പോ ഞാൻ അന്ന് കൊറേ ഞാൻ ട്രൈ ചെയ്തു, വിളിച്ചു നോക്കി. എനിക്ക് ആ ഈസ്റ്റർ നോമ്പ് കാലത്താണ് എനിക്ക് നമ്പർ കിട്ടിയത്. കുറെ വീഡിയോസ് ഞാൻ കണ്ടപ്പോഴാണ് നമ്പർ കിട്ടിയത്. ആദ്യം ഞാനൊരു മെസ്സേജ് അയച്ചു. നോക്കുമ്പം പ്രൊഫൈൽ പിക്ചറിൽ സിസ്റ്ററിന്റെ ഫോട്ടോ ഒന്നും അല്ലല്ലോ. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് നമ്പർ തന്നെയാണോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. അതിന് മുമ്പ് ഞാൻ വെറുതെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോ എനിക്കൊരു സംശയം ഉണ്ട്. ഞാൻ ഈശോയോട് ചോദിക്കായിരുന്നു. കാരണം ഞാൻ കുറെ തവണ കൗൺസിലിങ്ങിന് ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. ഹെൽത്ത് കൗൺസിലിംഗിലേക്ക്, മോർണിംഗ് കൗൺസിലിംഗ്. അവരിങ്ങനെ ഓരോ തവണയും 3 മാസം 2 മാസം അങ്ങനെ ഇങ്ങനെ പറയുന്നല്ലാതെ എനിക്കൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഞാൻ വിളിക്കണോ ശരിക്കും ഈ സിസ്റ്ററിനെ എന്നിങ്ങനെ ഈശോയോട് ചോദിച്ചു. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്നു. അപ്പോഴാണ് എനിക്ക് തോബിത്തിന്റെ വചനം കിട്ടിയത്. എന്താണ്, വിവേകമുള്ളവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ മടിക്കരുതെന്നോ അങ്ങനെയുള്ള വചനം.
അപ്പൊ അത് കിട്ടിയപ്പോ എനിക്ക് ഉറപ്പായി, ഓക്കെ വിളിക്കാം, ഈശോ ഓക്കെ പറഞ്ഞു. ഉം. അങ്ങനെ ഞാൻ സിസ്റ്ററിന് മെസ്സേജ് അയച്ചു. പക്ഷെ സിസ്റ്റർ മെസ്സേജ് ഒന്നും കണ്ടില്ല. എനിക്കത് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അത് കണ്ടിട്ടില്ല. ഉം. അപ്പോഴൊക്കെ ഞാൻ ഈ വീഡിയോ അന്നൊക്കെ ലൈവ് ഇടുമായിരുന്നല്ലോ സിസ്റ്റർ. അതെ. ഇങ്ങനെ ആ. എന്താ പറയാ, അമ്മായിയമ്മയുടെ അവിടെ പോയതും ഈസ്റ്ററിന്റെ സമയത്ത് ഒക്കെ കുർബാനകളുടെ തിരക്ക്, അതിനെ പറ്റിയൊക്കെ ആ. വീഡിയോയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി സിസ്റ്റർ തിരക്കിലായിരിക്കും. ഉം. അപ്പം ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആ ആഴ്ച എപ്പോഴോ ആണെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ ഒരു ഉച്ചയ്ക്ക് പോലെ ഞാൻ കുർബാന ആ സമയത്ത് സിസ്റ്ററിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഫൗജിയിലെ വീഡിയോ കണ്ടുപിടിച്ച് അത് കാണാൻ തുടങ്ങി. വിശുദ്ധ മിഖായിലിന്റെ. ആ. വിശുദ്ധ മിഖായിലിന്റെ. അപ്പൊ ഇന്ന് ഞാൻ അത് അഡോറേഷൻ കാണാൻ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് അതെ അതെ, അവിടുത്തെ കുർബാന ഞാൻ കാണാൻ തുടങ്ങി. അവിടെ ഉച്ചയ്ക്ക് ഒരു കുർബാന. അതെ അതെ 11 മണിക്ക് നിങ്ങളുടെ ഉച്ചയാകും. കറക്റ്റ്. അത് ഞാൻ കാണുമായിരുന്നു എന്നും. അങ്ങനെ അപ്പൊ അത് ആ സമയം മുതലാണ് എനിക്ക് അഡോറേഷനിൽ ഞാൻ ഇരിക്കുമെങ്കിലും എനിക്ക് എപ്പോ ഇതുപോലെ സോഫി സിസ്റ്റർ പറയുന്ന പോലെ എപ്പോ എവിടെ ഈശോയെ കണ്ടാലും അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഈശോ എന്തെങ്കിലും കാണിച്ചു തരുന്നുണ്ടോ അടയാളം എന്ന് നോക്കാൻ തുടങ്ങി. ഏത് അരളിക്ക് കണ്ടാലും അങ്ങനെ ഞാൻ കുറെ നേരം നോക്കിയിരിക്കും. ഇപ്പോഴും അങ്ങനെ. അപ്പൊ ആ ഫൗജിയിലെ അത് കാണാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തിരുരക്തത്തിന്റെ സാന്നിധ്യമൊക്കെ ഓക്കെ. അങ്ങനെ അന്ന് ഒരു ദിവസം ഞാൻ ഈ അവിടുത്തെ സാന്താ മെസ്സ കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പൊ ഈശോയോട് പറയാം, ഞാൻ ഒന്നും കൂടെ സിസ്റ്ററിനെ വിളിച്ചു നോക്കട്ടെ, കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. ഞാൻ വിളിച്ചത് സിസ്റ്റർ എടുത്തു. അപ്പൊ സിസ്റ്റർ എന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. അന്നേരം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സിസ്റ്റർ പറഞ്ഞു, ഓൾറെഡി കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കൗൺസിലിങ്ങിന്, അതുകൊണ്ട് ഞാൻ പറയാം എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ വെക്കാൻ നേരത്ത് പറഞ്ഞു, എന്നാ ഇന്ന് വൈകുന്നേരം ഞാൻ കൗൺസിലിങ്ങിന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ സിസ്റ്റർ വിളിച്ചെന്നെ. അങ്ങനെ വിളിച്ചു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അധികം നേരം ഒന്നും സംസാരിച്ചില്ല, കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ പറഞ്ഞു, ഇന്നേക്ക് 27-ാം ദിവസം അവര് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ജോലി തരും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിൽ സിസ്റ്റർ ആ ജോലി എന്നൊന്നും പറഞ്ഞില്ല. ജോലി തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് 27 ദിവസത്തിനുള്ളിൽ വിളിക്കും എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ സിസ്റ്റർ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞല്ലോ. ഉപ്പും വെള്ളം പ്രാർത്ഥിച്ചു തന്നു, പിന്നെ കുർബാനയ്ക്ക് എടുക്കാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാൻ, പിന്നെ കരുണക്കൊന്ന ചെല്ലാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് 21 ദിവസത്തെ പ്രാർത്ഥനകൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും തുടങ്ങി. എല്ലാ ദിവസവും വീട് വെള്ളം പ്രാർത്ഥിച്ച് വെള്ളം തളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ ബാൽക്കണിയിലെ എന്റെ പ്രാവിന്റെ ശല്യമൊക്കെ പോയി, ചെടികളൊക്കെ നന്നായിട്ട് തളിർത്ത് വളരാൻ തുടങ്ങി. അതൊക്കെ ഹസ്ബൻഡ് അത് നോട്ടീസ് ചെയ്ത് അങ്ങനെ ഒരു വ്യത്യാസം, ചെടികൾ വളരുന്നതൊക്കെ. അപ്പൊ അപ്പൊ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി വന്നു. പക്ഷെ അന്നൊന്നും ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ വിളിക്കും, എന്നോട് ചോദിക്കും എന്തെങ്കിലും വന്നോന്നൊക്കെ. പക്ഷെ അന്നൊന്നും ഒരു മാറ്റവും ഇല്ലേ. ഞാൻ എന്റെ മാനേജർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പക്ഷെ എപ്പോഴൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടാറില്ല. അവസാന ദിവസങ്ങളായി എന്നിട്ടും ഇല്ല. പക്ഷെ അന്ന് ആ ഒരു സിസ്റ്ററെ വിളിച്ചപ്പോ മുതല് എന്റെ ഉള്ളിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര നിരാശ വരും. അപ്പൊ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ഈശോ തരുന്നില്ലല്ലോ, ഒരു മാറ്റം ഇല്ലല്ലോ, അങ്ങനെ ഭയങ്കര നിരാശ വരും. ചില ദിവസം മുഴുവൻ ഞാൻ കരയും, അടുത്ത ദിവസം വീണ്ടും ഞാൻ ചാർജ് ആവും, വീണ്ടും പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ. പക്ഷെ സിസ്റ്ററിനെ വിളിച്ചതോടെ എനിക്ക് മാറി. എനിക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. അത് നടക്കും, ഉറപ്പിച്ചു. ഞാൻ 27-ാം ദിവസം എന്നെ വിളിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ആയോ, എന്തെങ്കിലും വിളിച്ചോ. അത് സിസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നാൽ വേറെയും ജോലികൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സിസ്റ്റർ. പക്ഷെ അന്നൊന്നും അവിടെ നിന്നും റെസ്പോൺസ് ഒന്നും ഇല്ല. പക്ഷെ ആ പറഞ്ഞ സമയത്തൊന്നും എനിക്ക് വേറെ അപ്ലൈ ചെയ്യാനൊന്നും തോന്നിയിരുന്നില്ല. ഇത് തന്നെ കാത്തിരിക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഞാൻ കാത്തിരുന്നു. അങ്ങനെ 21 ദിവസത്തെ ശുശ്രൂഷ തീരുന്ന അന്നാണ് എനിക്ക് പെട്ടെന്ന് അന്ന് ഉച്ചയ്ക്ക് എന്റെ അതായത് ഞങ്ങളുടെ ഇവിടുത്തെ ഓഫീസ് ടൈം തീരുന്ന സമയപ്പോ അന്നത്തെ ദിവസം കഴിയാനായപ്പോ അവൻ എന്നെ വിളിച്ചു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പിന്നെ നീ വീട്ടിലിരുന്നത് മതി, വീട്ടിലിരുന്ന് സുഖിച്ചത് മതി, നാളെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അത് 27-ാം ദിവസമായിരുന്നല്ലേ?
അല്ല 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പും വെള്ളം തീർന്ന ആ ദിവസം. അതെ അതെ, മനസ്സിലായി. അന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അന്നേരം എന്റെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു നാളെയാണ് ഇന്റർവ്യൂ പറഞ്ഞതെന്ന്. പക്ഷെ അന്നൊരു ഫ്രൈഡേ ആയിരുന്നോണ്ട് പിന്നെ അവര് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അപ്പൊ ആ മൺഡേ ആയിരുന്നു 27-ാം ദിവസം. അപ്പൊ 27-ാം ദിവസം എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ അന്ന് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നു. പിന്നെ ബാക്കി പ്രോസസ് ഒക്കെ അങ്ങനെ തന്നെ നടന്നു. അപ്പൊ അത് ആ ഒരു സമയത്ത് എന്റെ പിള്ളേരും ഇത് കാലണ്ടറിലെ ഡേറ്റ് ഒക്കെ കുറിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു. 27-ാം ദിവസം ഇത് സംഭവിക്കോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി. ശരിക്കും അവർക്കും ഭയങ്കര വിശ്വാസം കൂട്ടിയ ഒരു കാര്യമായിരുന്നു ആ ഒരു സംഗതി. 27-ാം ദിവസം തന്നെ സംഭവിച്ചത്. അപ്പൊ അതിലെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സോഫി ഒരു വല്ലാത്തൊരു പ്രശ്നം നമുക്കുണ്ടാക്കി. അങ്ങനെ നമ്മൾ ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പും ആക്കി അല്ലേ. ജിറ്റ്സി മൂന്നാമത്തെ, ഞാനും സോഫിയും കൂടാണ്ട് മൂന്നാമത്തെ ആളായിരുന്നു ചേർത്ത്. എനിക്ക് ഇന്റർവ്യൂ ഒക്കെ നടന്നത് ജൂണില്. നമ്മള് നാട്ടിൽ പോയായിരുന്നു. ജൂൺ 15 നമ്മള് പ്രയറും തുടങ്ങി. അതെ, ജൂൺ 15 പ്രയർ തുടങ്ങി. അതില് ഞാനൊരു കാര്യം പറയട്ടെ, 27 ദിവസം ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് ഏറ്റെടുത്ത കലണ്ടറിൽ കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം നടന്നു കിട്ടിയില്ലെങ്കിൽ ആ മക്കളുടെ വിശ്വാസത്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. ആരെ? ദൈവത്തെ അല്ല, ഈ പ്രാർത്ഥനക്കാരുടെ മേളില്. പ്രാർത്ഥനക്കാർ ഡേറ്റ് പറയുന്നു, എന്നിട്ട് നടന്നില്ല. എന്നാ ഞാൻ പറഞ്ഞു ജിത്സിയോട്, എന്നാ കൊച്ചങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞേ ആ ഇറ്റലിക്കാരി പ്രാർത്ഥനക്കാരി ഇങ്ങോട്ട് വിളിക്കും, 2 ചീത്ത പറയുന്നു ഞാൻ പറഞ്ഞു. അവർക്ക് അതിന് അവകാശം ഉണ്ടല്ലോ. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് ആ കാര്യം ഒരു ദിവസം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറഞ്ഞാലും അവർക്ക് ചോദിക്കാനാ. 27 എന്ന് പറഞ്ഞിട്ട് 28-ാം ദിവസമാണല്ലോ കിട്ടിയെന്നും പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പം ജിറ്റ്സി അപ്പൊ ഈ 2 വർഷമായിട്ട് എനിക്ക് വേണ്ടി. അപ്പം അവനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കണ്ടക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലിയിട്ട് അമ്മയ്ക്ക് അതൊന്നും ജോലിയൊന്നും കിട്ടുന്നില്ല, നിർത്താൻ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നേ. അപ്പൊ ഞാൻ പറയും ഓക്കെ നിനക്ക് പറ്റുമെങ്കിൽ ചൊല്ലു, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയും. അവൻ ചൊല്ലുന്നുണ്ടായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ അവനും ഭയങ്കര ബോധ്യമായല്ലോ കരുണയുടെ ഈശോയുടെ. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളല്ലേ. അതെ അതെ അതെ. അപ്പൊ അതൊരു വലിയൊരു ഈ അവസാന ഭാഗം പറഞ്ഞത് ഓൾറെഡി അന്ന് സാക്ഷ്യം ലൈവായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യത്തെ ഭാഗമാണ്, അതായത് ദൈവം നിങ്ങളെ ഈ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നതാണ്. ഈ ലോകത്തിലുള്ള സകലതും നേടിയാലും ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോയി ദൈവമില്ലാത്ത ജീവിതം ജീവിച്ചാൽ എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. അല്ലെ, പറയൂ, എന്താണ് അലയുടെ എൻ്റെ ടോക്ക്, ജിറ്റ്സിയുടെ സാക്ഷ്യം എല്ലാം പറഞ്ഞോളൂ. നിങ്ങൾക്ക് എങ്ങനെ ഒരു അനുഭവമായിരുന്നു അതൊന്ന് പറഞ്ഞോളൂ. സിസ്റ്ററിന്റെ ടോക്ക് ശരിക്കും എന്നോട് പറഞ്ഞതുപോലെ ഉണ്ട്. എന്നോട് പറഞ്ഞൊരു അനുഭവമാണ് തോന്നിയത്. പക്ഷെ എപ്പോഴും കൂടെ ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ വിട്ടുപോകും, അങ്ങനെ ഒരു അനുഭവം. പിന്നെ ഈശോ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, എത്ര പോയാൽ എൻ്റെ അടുത്തേക്ക് വരിക, ഇവിടെയാണ്. പക്ഷെ അടുത്ത് സഹായം ചെയ്താലും ചോദിച്ചാലും ഒന്നും കിട്ടില്ല. പക്ഷെ ഈശോയിൽ ആശ്രയിച്ചാലേ ഉള്ളൂ. എപ്പോഴേ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോ. അത് അനുഭവത്തിൽ കൂടെ പലപ്പോഴും മനസ്സിലായതാണ്. സിസ്റ്ററിന്റെ ടോക്ക് അതില് കുറച്ചുകൂടെ നല്ല ഒരു പരിസ്ഥാത്മാവ് നയിച്ച ഒരു നല്ലൊരു ടോക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തതിൽ എന്റെ മനസ്സിൽ ഇന്നത്തെ ആണെന്ന് തോന്നുന്നു നല്ലൊരു. ഇങ്ങനെയുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ തുടങ്ങി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയുടെ കൂടെ അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അങ്ങനെ വളർന്നു. കാലം കൊണ്ട് അങ്ങനെ എന്നാലും പിന്നെ ഇപ്പൊ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. കാരണം ജിറ്റ്സി ചെറുപ്രായമല്ലേ, ഒത്തിരി ഈശോയുടെ കൂടെ തന്നെ ആയതുകൊണ്ട് നമുക്കൊക്കെ എന്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെയുള്ള സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈശോയെ അറിയുന്നതൊക്കെ. അവർക്കൊക്കെ ഇനിയും ഭാവിയിൽ ഒത്തിരി അനുഗ്രഹങ്ങള് മക്കൾ വഴിയും ഒത്തിരി കിട്ടും. നല്ലൊരു സാക്ഷിയാണ്. അത് കേട്ടും ഒത്തിരി ആത്മാക്കള് അവർക്കൊക്കെ പ്രചോദനമാവും. നല്ലൊരു ടോക്കുമായിരുന്നു. ജിസയുടെ സാക്ഷ്യവും നല്ലൊരു സാക്ഷ്യം. ലാലി മാത്തച്ചൻ പറഞ്ഞു. സിസ്റ്റർ ടോക്ക് നല്ല ഇതായിരുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാൻ പറ്റി. നമ്മൾ ഈശോയുടെ കൂടെ തന്നെയാണ്. ചില സമയത്തൊക്കെ എപ്പോഴും നടക്കുന്ന സമയത്തൊക്കെ എപ്പോഴും കണക്റ്റഡ് ആണ്. എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്ന ചില സമയങ്ങളിൽ
മണിക്കൂറുകളോളം വിട്ടു പോകുന്നുണ്ട്. അപ്പം അതൊന്നുകൂടി ഒന്ന് സമർപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു. പിന്നെ ജിക്സിയുടെ ടോക്ക് ആയാലും നല്ല സാക്ഷ്യം, നല്ല അനുഭവം തന്നെയാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആത്മാവിനെ ഈശോ എങ്ങനെ ഈശോയിലേക്ക് ആകർഷിക്കണോ, വീണ്ടും വിളിച്ചു വരുത്തണോ, അടുപ്പിക്കണോ എന്നുള്ള ഒരു രീതിയിലുള്ള അതുപോലെ ഒരു ഇതായിരുന്നു തോന്നിയത്. പിന്നെ ഇന്ന് സിസ്റ്റർ തുടക്കത്തിൽ ചോദിച്ചപ്പം ഞാൻ മിണ്ടാതെ ഇരുന്നു പോയി, സോറി. ആരെങ്കിലും എന്തെങ്കിലും കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ 2 ദിവസത്തിനുള്ളിൽ അനുഭവം ഉണ്ടായിരുന്നു ഇന്നലെ. ഞാൻ 3 വർഷം മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, ലാലി നീ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം നീ ഓൾഡ് ലുക്കിംഗ് ആയിരുന്നു, ഇപ്പൊ നീ യങ് ലുക്കിംഗ് ആയല്ലോ, അത് എങ്ങനെയാന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഫേഷ്യലിന്റെ കാശ് എനിക്ക് അയച്ചു തന്നാച്ചാ മതി. ഞാനിവിടെ എന്നും ഫേഷ്യൽ ഈവനിങ്ങിന് ചെയ്യുകയാണല്ലോ. എനിക്ക് വയ്യ, ഈശോയെ. അതാണ്. അപ്പൊ അത് ഒരു ചോസൺ വൺസിന്റെ എപ്പോഴും ശരീരം, അതായത് മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനുള്ള ആ പോളിഷിംഗ് ആണ് ശരിക്കും മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. 3 വർഷത്തിന് ശേഷമാണോ നിങ്ങൾ കണ്ടത്? 3 വർഷം മുമ്പാണ് അവരുടെ കൂടെ ഞാൻ ജോലി അതൊരു വല്ലാത്തൊരു കോംപ്ലിമെന്റ് ആയല്ലോ. നിങ്ങള് അത് ചങ്ങാതി കാര്യം പറയട്ടെ, നിങ്ങൾ വായമൂടി ഇരുന്നാലും മേളിന്ന് ഉള്ള ഇത് ഞാൻ കേട്ടോണ്ടിരിക്കും, മനസ്സിലായില്ലേ? ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, 2-3 പ്രാവശ്യം ചോദിച്ചു, ആരും ഒന്നും മിണ്ടുന്നില്ലേ, ഒന്നും പറയുന്നില്ലേ? ആർക്ക് കോംപ്ലിമെന്റ് കിട്ടി? ഈ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്, ജോലി സ്ഥലത്തുനിന്നാവാം എന്ന് പറഞ്ഞ് ആരും ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ സന്ദേശം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം സന്ദേശം ശരിയാണ്, ആരോ അത് ഏറ്റെടുക്കാതിരുന്നതാണ്. ഏതായാലും ലാലി പറഞ്ഞത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്താ ബാക്കി എന്താ പറഞ്ഞേ? നീ യങ് ലുക്കിംഗ് ആയിരുന്നോ? അതന്നെ എന്നോട് പറഞ്ഞത്, അന്ന് ജോലി ഞങ്ങളുടെ അവരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓൾഡ് ലുക്കിംഗ് ആയിരുന്നു, ഇപ്പൊ ഞാൻ യങ് ലുക്കിംഗ് ആയണ്ടല്ലോ എന്ന്. അത് എന്നോട് നേരിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടപ്പോ അവരുടെ അടുത്തും പറഞ്ഞു, ലാലി ഇപ്പൊ യങ് ലുക്കിംഗ് ആയണ്ടല്ലോ. ലാലിക്ക് എന്താ പറ്റിയെന്നല്ലേ? ലാലിക്ക് എന്താ പറ്റിയെന്ന് അല്ല ചോദിച്ചാ, ഞാനായിരുന്നേ ചോദിച്ചാ, ലാലി ഏത് ബ്യൂട്ടി പാർലറിലാ പോകുന്നത്, എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. പോകാൻ. പ്രൈസ് ദി ലോർഡ്. സോഫി, സിസ്റ്ററിന്റെ ടോക്ക് നല്ല ടോക്കായിരുന്നു. നല്ല ടോക്ക് എന്ന് വെച്ചാല് നമ്മള് പലപ്പോഴും ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ വിചാരിക്കും പോവാന്ന് തന്നെ. പല നിമിഷങ്ങളും നമ്മളത് അനുഗ്രഹങ്ങൾ കിട്ടാണ്ടായപ്പോ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു മനസ്സിനൊരു വിഷമം വരാറുണ്ട്. പിന്നെ സിസ്റ്ററിന്റെ ടോക്ക് കേട്ടപ്പോ ഇതിങ്ങനെ ഒരു നല്ലൊരു ലയത്തിൽ ഇങ്ങനെ പോവല്ലായിരുന്നു, ഓരോ കാര്യങ്ങൾ എടുത്തിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടന്നുപോയ ഓരോ കാര്യങ്ങളെ പറ്റിട്ട് തന്നെ ഓരോന്നും എടുത്ത് പറയുമ്പോ അത് തോന്നി അങ്ങനെ. അപ്പൊ അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലെങ്കിലും ഇപ്പോഴും നമുക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല, ഈശോന്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ധൈര്യമുണ്ട്. ഇപ്പൊ എല്ലാം അവരാദ്യം ഒന്നുമില്ല. അനുഗ്രഹത്തിന്റെ ഉറവ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുക. ഒന്ന് പോയാൽ വേറെ 100 കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ജീശോയാണ്. പിന്നെ നമ്മൾ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിലപ്പോ മാപ്പ് പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ട്, താങ്ക്സ് പറയാം, താങ്ക്സ് പറയാനായിട്ട് മറന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മാപ്പ് ഉപേക്ഷിക്കുന്നു. പിന്നെ ദൈവം അറിയാണ്ട് പിന്നെ ജീവിതത്തിൽ ഒന്നും വരില്ലല്ലോ. അങ്ങനെ ഇത് പറയണ ആദ്യം ഇതാണെന്ന് പറഞ്ഞില്ല സിസ്റ്റർ. നമ്മുടെ കൂടെ എന്നും ജീവിക്കുന്ന ഒരാളുണ്ട് കൂടെ, എന്നിട്ട് പോലും നമ്മൾ ചില സമയത്ത് മറന്നു പോകാണ്. അല്ല, അത് ജീവിത സാഹചര്യമാണ്. കർത്താവിന് കംപ്ലൈന്റ് ഒന്നുമില്ല. നമ്മള് വിശ്വാസം ഇല്ലാണ്ടല്ല, പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ നമ്മള് മനുഷ്യരല്ലേ. അല്ലെങ്കിൽ ഞാൻ വരുമ്പോ ഇത്ര നാളായാലും ഒന്നായാലും ഇത്രയും കഷ്ടപ്പാടൊക്കെ കഴിച്ചു വന്നിട്ട് ഒന്നും ഇതുവരെ ആയില്ലല്ലോ, ദൈവത്തെ വിളിക്കാണ്ടല്ലോ ആയിരുന്ന, ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതൊക്കെ ഇതുകൂടെ തന്നെ മനസ്സിലായി. ഇപ്പൊ പിന്നെ സിസ്റ്ററെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ അങ്ങനെ ഒന്നും ഒരു വിചാരം തന്നെ ഇല്ല. ഇപ്പൊ ഈശോനെ കാണണം, ഈശോനെ അകലത്തിലെ കാണണം, അങ്ങനെ കാണണം, ഇങ്ങനെ കാണണം, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിന്തയായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിച്ചിയുടെ ടോക്ക് വളരെ നല്ല ടോക്കായിരുന്നു. നല്ല പുറത്തുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോ അവർക്കും ഒരു വിശ്വാസം വർദ്ധിക്കാൻ പറ്റിയൊരു ടോക്ക് തന്നെയായിരുന്നു. സാക്ഷിയായിരുന്നു. പിന്നെ ആല പറഞ്ഞ പോലെ ചെറുപ്പല്ലേ, ഇനി അനുഗ്രഹങ്ങളൊക്കെ കിടക്കാനായിട്ട് കുറെ കൊടുക്കണം മക്കളെ കൊണ്ടും. അപ്പൊ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല ടോക്കായിരുന്നു, ഒരു ഹാർട്ട് ടച്ച് ആയിരുന്നു. ശരിക്കും നമ്മൾ ഓർക്കറിയേയില്ല അങ്ങനെ. പിന്നെ നമ്മള് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴും
ഒരനുഗ്രഹം കിട്ടുമ്പോഴും ഈശോനെ ഓർത്ത് ഈശോ ഒപ്പം ഉണ്ടാവും. പിന്നെ കുറെ കഴിയുമ്പോ ഈശോനെ അവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ഇതായിരുന്നു. പിന്നെ ഏറ്റവും കെയർ കിട്ടുന്നത് പിന്നെ അവശ്യായവർക്കാണെന്ന് പറഞ്ഞതും, ലോകാന്ത്യം വരെ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞതും, പിന്നെ നമ്മള് പ്രാർത്ഥന ഏറ്റവും വീക്കായ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് സമൃദ്ധി കൂടുമ്പോ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും, പിന്നെ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കും. അപ്പൊ അത് ഈശോ അവിടെ തന്നെ നിൽക്കുന്നു, ആ ഉപേക്ഷിച്ച അവിടത്തെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഹാർട്ട് ടച്ച് ആയിരുന്നു. പിന്നെ ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, നീ എന്നെയല്ല എന്നുള്ള ബൈബിൾ വചനമൊക്കെ നല്ല ഒരു ഞാൻ ആദ്യം നിന്നെ സ്നേഹിച്ചു, ഞാനാണ് ആദ്യം നിന്നെ സ്നേഹിച്ചത്. അതെ അതെ രണ്ടുകൊണ്ടായിരുന്നു. അതെ, നന്ദി പറയാൻ പലപ്പോഴും അങ്ങ് മറന്നുപോകും. കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ വേഗം പിന്നെ കുറെ കാലം കർത്താവിനെ ഓർക്കൂല. എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ വീണ്ടും ഓർക്കും. അതൊക്കെ ഭയങ്കര നല്ലൊരു ഈ ടോക്കിനെ പറ്റി നമ്മൾ അധികം ചിന്തിക്കാറേ ഇല്ല. കർത്താവിനെ എവിടെയാ നിർത്തിയേക്കുന്ന, പാതി വഴിയിലാണോ അല്ലെ നമ്മുടെ ഒപ്പാണോ എന്ന് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും മറന്നുപോകുന്ന സന്ദർഭമുണ്ട്. അതൊക്കെ പാതി വഴിയില് കർത്താവിനെ ഈശോനെ നിർത്തുകയാണെന്ന് പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത്. നല്ലതായിരുന്നു. പിന്നെ ജിൻസിയുടെ നല്ല ടോക്ക് എന്തായാലും ഒരു ഭാഗ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഭയങ്കര വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു. ഇപ്പോഴും ഇത് മിഡ് നൈറ്റിൽ വന്നപ്പോഴും വിശ്വാസ വളർച്ച കൂടിയതും ഒക്കെ പിന്നെ നല്ലൊരു നമുക്ക് പ്രചോദനമേകുന്നതായിരുന്നു. അതാ പിന്നെ വിശ്വാസം ഭയങ്കര ഒരു അടിയുറച്ച, എനിക്കത് കിട്ടും എന്നുള്ള ശക്തമായ വിശ്വാസം ഉള്ളത് കൊണ്ട് ശരിക്കും എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവ് ഇല്ലാതെ ഒരു പോസിറ്റീവ് മൈൻഡോടെ ആയതുകൊണ്ട് എല്ലാം കർത്താവ് നടത്തി കൊടുക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ, നല്ലതാവട്ടെ. ഇനി ആരാ ജെർസി അവിടെ നിക്ക്? മഞ്ജു പറ, പറയാൻ പറ്റുമോ? മോൻ ഉറങ്ങി. ചേച്ചിയുടെ പ്രാർത്ഥനയായിരുന്നോ ടോക്കായിരുന്നോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ടോക്ക് ഒരു പ്രാർത്ഥന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഈശോയുടെ സ്നേഹം അറിയാതെ പോയ ആ ഒരു മൊമെന്റ്സ് ഞാൻ ഓർത്തെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാല് എന്ത് സഹനം വന്നാലും അതൊക്കെ പ്രാർത്ഥന കൊണ്ട് നേരിടാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നതുകൊണ്ട് എപ്പോഴും ഒരു സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ 2.5 months ആയിട്ട് ഇതിലുള്ളത് കൊണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു കരുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒന്നും എന്നെ അഫക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് എനിക്കപ്പോ ചേച്ചിയുടെ ആ ഒരു ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, പ്രാർത്ഥനയുടെ ആ ഒരു പവർ. അല്ലാതെ മഞ്ജുവിനോടല്ലേ എന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഉപേക്ഷിച്ചതും ആരും ഇല്ല എന്നുള്ള തോന്നലുണ്ടായതും ഒക്കെ മഞ്ജുവിനോടല്ലേ നേരിട്ട് സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞ ആ ഒരു സമയത്തൊന്നും നമുക്ക് ഈശോന്റെ സ്നേഹം അറിയുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് തോന്നിയ സൺഡേ പോകും പള്ളിയില്, അല്ലെങ്കിൽ കാറ്റിസത്തിന് പോകും. ചില ദിവസങ്ങൾ ഞാൻ കാറ്റിസം പോലും സ്കിപ്പ് ചെയ്യാറുണ്ട് സൺഡേസ്. കാരണം എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അക്കാഡമിക്സ് സേഫ് ആക്കണം, എനിക്ക് ജോലി വാങ്ങിക്കണം. മേ ബി ചിലപ്പോ എന്റെ ലൈഫ് ഫ്യൂച്ചർ എന്താവും എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ലൈഫ് ജോബിൽ സെക്യൂർഡ് ആക്കണം എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് ആരും ഉണ്ടാവില്ല എന്നൊരു തോന്നലായിരുന്നു. അപ്പോ ആ സമയത്ത് ആരും ഇല്ലെങ്കിൽ എന്ത്, ഈശോ ഇല്ലെങ്കിൽ എന്ത്, അങ്ങനെ ഒരു വിവരോ ബോധമോ വെളിവോ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഡാനിയലച്ചന്റെ ടോക്സ് കേട്ട് പിന്നെയും കുറച്ചൊക്കെ പ്രാർത്ഥന, കുർബാന, റോസറി അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് പിന്നെയും ഞാൻ അടുത്തത് ആ ഒരു സമയമായിരുന്നു. അല്ല മഞ്ജു, ഒരു മിനിറ്റ്, നമ്മള് പോയിന്റ് വിട്ട് മറന്നു. ഈ ഒരു ടോക്ക് അല്ലെ ജിപ്സിയുടെ അനുഭവത്തിൽ നിന്ന് മഞ്ജുവിന് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? അത് നമുക്ക് മഞ്ജുവിന് വേറെ സമയം തരാം ഇങ്ങനെ പറയാനായിട്ട്. ഓക്കെ, സാക്ഷ്യം പറയാം. ഓക്കെ. ജിപ്സിയുടെ ടോക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഫെയ്ത്തിന്റെ കാര്യത്തിൽ അല്ലേ? അതിൽ തന്നെ ഫെയ്ത്തിന്റെ കാര്യത്തിൽ ഉറച്ചു നിന്നു. ജോബ് ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നവർക്കൊക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒക്കെ വളരെ കേൾക്കാൻ പറ്റിയ നല്ലൊരു ടെസ്റ്റിമണി ആയിരുന്നു ജിപ്സിയുടേത്. സുജ എങ്ങനെ ഇപ്പൊ മാലാഖയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? സാക്രിഫൈസസ്, പിന്നെ പ്രാർത്ഥന, അതങ്ങോട്ട് കൂടിക്കൂടി സുജ വിശുദ്ധിയിലേക്ക് വരികയാണ്. പറഞ്ഞോ സുജ, കേട്ടിരുന്നോ എല്ലാം?
ഉണ്ടായിരുന്നോ? ഞാന് ടോക്ക് ഒന്നും കേട്ടായിരുന്നു. ജിസിയുടെ അവസാനത്തെ ടോക്കാണ് കേട്ടത്. അയ്യോടപ്പാ. നല്ലതായിരുന്നു. പക്ഷെ ജിസി ഇനിയും ഈശോ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ളതൊക്കെ പറയാം. സോഫി സമയം കളയണ്ട. ബൈബിള് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? വിശുദ്ധ ബർത്തലോ ലോങ്കോട് പ്രാർത്ഥിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ആ മറ്റേ വിശുദ്ധ മാലാഖൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിനകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് എടുത്തു വെച്ചോളൂ. ഇപ്പം നമുക്ക് മറ്റ് പ്രാർത്ഥനയിലോട്ട് കടക്കാം. സമയത്ത് തന്നെ നിർത്തിയേക്കാം കേട്ടോ.